അവണ്ടാവൂല. തിരുവാങ്ങത്തോ സവർണു ബലാ ചെയ്തു തീരുമാനം പറയണം. അപ്പൊ ഏറ്റവും നമ്മൾ സാധാരണ പറയുമ്പോൾ എന്ത്, എന്റെ വീട്ടിൽ ഞാൻ അറിയാൻ നടക്കണമെന്ന് പറയുമ്പോഴുള്ളൂ. അപ്പൊ ഉസ്താദിന് വീട് എന്ന് പറഞ്ഞാൽ അതും പിന്നെ ഞാനിരിക്കുന്നുണ്ട്. ഉസ്താദിനെ സംബന്ധിച്ചോളം വീട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാന്തപുരത്തെ ചെറിയ വലിയ വീടൊന്നുമില്ല. പിന്നെ ഏതാണ് ഉസ്താദിന്റെ വീട്? ഉസ്താദിന് വീട് എന്ന് പറഞ്ഞാൽ ലോകമാണ്. കാരണം ഉസ്താദ് ഇന്നിവിടെയാണെങ്കിൽ നാളെ അമേരിക്കയിലാണ്, മറ്റൊന്ന് ബ്രിട്ടനിലാണ്, അതിനെ പറ്റി ജർമ്മനിയിലാണ്, കുവൈറ്റിലാണ്, ഖത്തറിലാണ്, ബഹ്റൈനിലാണ്. ഉസ്താദ് ലോകം എമ്പാടുമാണ്. അപ്പൊ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉസ്താദ് അറിയാൻ നടക്കൂല എന്നാണ് പറഞ്ഞർത്ഥം. മറ്റാൾ പറയുമ്പോൾ ഉത്തരം മനസ്സിലാക്കിയിരുന്നില്ല. ഇയാൾ ന്യായീകരിക്കുന്നു കേട്ടോളൂ. കാന്തപുരം ഉസ്താദിന് വീട് എന്ന് പറഞ്ഞ ഈ ലോകാണ്. അമേരിക്കയും അതുപോലെ തന്നെ ഏത് രാഷ്ട്രങ്ങളിലും കടന്നു ചെന്ന് എവിടെയും ഇടപെടാനും കൈകാര്യം ചെയ്യാനും പറയുന്ന ഉസ്താദ്. അപ്പൊ അല്ലാഹു തആല ചെയ്യുന്ന കാര്യങ്ങൾ ഉസ്താദ് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഉസ്താദിന് അത് അറിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഉസ്താദ് അറിഞ്ഞിട്ടേ അതൊക്കെ ഉണ്ടാകൂ എന്നാണ് ആ പറഞ്ഞിട്ട് നായന. ഇത്രത്തോളമാണ് നമുക്ക് മുമ്പ് മനസ്സിലായിരുന്നില്ല. അത് മുമ്പ് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അമേരിക്കയിൽ എന്ത് നടക്കണമെങ്കിലും ഞാൻ വിചാരിച്ച മറ്റാളാ സ്വപ്നം പോലെ പറഞ്ഞു പോയതാ മനസ്സിലാക്കിയുള്ളൂ ആദ്യമൊക്കെ. ഇയാൾ പറഞ്ഞ അങ്ങനൊന്നുമല്ല. അമേരിക്കയിൽ എന്ത് നടക്കുന്നുണ്ടോ ഉസ്താദ് അറിയണം. നേപ്പാളിൽ സുബ്ഹാനല്ലാഹ് ഭൂമികുലുക്കമുണ്ടായേ ഉസ്താദ് അറിഞ്ഞിട്ടാണ്. മിഠായി തെരുവ് കത്തി ഉസ്താദ് അറിഞ്ഞിട്ടാണ്. എന്തൊക്കെ ഇവിടെ നടക്കുന്നു. പക്ഷെ കുന്തിപ്പുഴ പാലുണ്ടാക്കിയത് മാത്രം ഉസ്താദ് അറിഞ്ഞില്ല. ഞാൻ ഉസ്താദ് പറഞ്ഞിരുന്നു. ഷംസ് മത്സരിച്ചത് മൂപ്പർ അറിഞ്ഞിരുന്നില്ല. ഷംസ് ഇങ്ങനെയൊക്കെ ആകുന്നു മൂപ്പർ അറിഞ്ഞിരുന്നില്ല. അതെന്തേ ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടാത്തോണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ ഉസ്താദ് ചിലപ്പോ ഒന്ന് എന്താ പോട്ടെ എന്ന് വിചാരിച്ചു വിട്ടായിരിക്കും. വലിയ ഉദാര മനസ്സിന്റെ ഉടമയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, രക്ഷിതാക്കളെ, ചിന്തിക്കോ ഈ വാക്കിന്റെ ഗൗരവം എത്രയാണ്. ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ സുബ്ഹാനല്ലാഹ് എല്ലാം ഉസ്താദ് അറിഞ്ഞിട്ടാണ്. ഇതാണോ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണോ ഖുർആനിന്റെ പഠിപ്പിച്ചത്? വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. മുത്തുനബിയോട് പോലും മുത്തുനബി ശത്രുക്കളുടെ മുഖത്തേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ വാക്കെന്തല്ല നബിയേ ഇല്ല. അങ്ങ് മണ്ണ് കൊണ്ടെറിഞ്ഞെങ്കിലും നബിയേ, അതങ്ങയുടെ കൈകൊണ്ടെറിവുണ്ടായെങ്കിലും നബിയേ, അങ്ങല്ല നബിയേ വലാകിന്നല്ലാഹ റമാ. അള്ളയാണ് എറിഞ്ഞത് നബിയേ, അള്ളയാണ്. മുത്തുനബിയോട് പോലും അള്ളാഹു അങ്ങനെ പറയുമ്പോൾ ഉസ്താദ് വരണമെന്നാണ്. ദുനിയാവിൽ എന്തിറക്കുന്നുണ്ടോ അള്ളാഹുത്തോട് ആരോട് ചോദിക്കണം? ഉസ്താദിനോട് ചോദിക്കും. ലോകം പറഞ്ഞത് കേരളമല്ല. അങ്ങനെയൊക്കെ സഹിക്കരുന്ന് കേരളത്തിലെ ഇട്ടാവട്ടത്തിലേക്കാണെങ്കിൽ. ലോകം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, ആലമിന്റെ അർത്ഥം എന്താ? ഒരു വലിയ തിരുവാടുന്ന ആളാണ് നമ്മളെ മറ്റാള്. എന്താ ആലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആലമിന്റെ കൊടുത്ത നിർവചനം എന്താ? മാസിവൽ ബാരി. അല്ലാത്തതൊക്കെ ആലമാണ്. മലക്കുകളുടെ സംസാരം അള്ളാഹ് തീരുമാനിക്കുന്ന മുമ്പ് ഉസ്താദിനെ അറിയണം. നമ്മളൊക്കെ ഫിഖിന്റെ മർസലൊക്കെ പഠിച്ചെന്താ? മലക്കുകളുടെ എത്ര ലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്. അതിന് എണ്ണ അള്ളാഹ്ക്ക് എല്ലാവർക്കും അറിയില്ല. ഇവരോ എണ്ണ ഉസ്താദ് അറിഞ്ഞിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. ലോകത്ത് എന്തൊക്കെ 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 ലോകമെന്നല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ എല്ലാം ഉസ്താദ് അറിഞ്ഞിട്ടേ അള്ളാഹു അറിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ ശുശ്രൂഷകാരാ, ഇത് സുന്നത്ത് ജമാഅത്താണോ? ആ പറഞ്ഞത് ശരിയാണോ അല്ലേ? മറുപടിക്ക് വരുന്നുണ്ടെങ്കിൽ പറയണം. എഴുതി വെച്ചോ, എഴുതി വെച്ചോ. ഇനി പിടിപ്പിക്കണ മുന്നിലൊന്ന് പിടിപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എന്താ നമ്മൾ സുധാര്യല്ലേ, നമുക്ക് മറച്ചക്കറിഞ്ഞല്ലോ. മുന്നിൽ വന്നോ ഇവിടെ വെച്ച് പിടിപ്പിച്ചോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു വേദന ഉണ്ടാവൂല. ആരും നിങ്ങളെ തൊടാനും വരില്ല, തോണ്ടാനും വരില്ല. സംരക്ഷണം ഞാൻ തരാം. ഒന്നുകൂടി എന്നെ കേൾപ്പിച്ചു കൊടുക്കുക. സാധുവിനൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് മറുപടി പറയട്ടെ. അടുത്തതോ ഞാൻ ചോദിച്ചു, ഒരു സ്വാമി പ്രസംഗിച്ചില്ലേ? ആര്? കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞത് കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം. എന്റെ സഖാബി വന്നവ ഉണ്ടായിരുന്നത് സ്വാമിയാണോ ശ്രീകൃഷ്ണനാണോ കാന്തപുരം? ആണെങ്കിൽ ആണെന്ന് പറയുക, അല്ലെങ്കിൽ അല്ലെന്ന് പറയുക. നിങ്ങളെ മറുപടിന്റെ രീതിയും പഠിപ്പിച്ചാൽ എങ്ങനെയാ നിങ്ങൾക്കുള്ളത്? എന്ത് പറയാനുണ്ട്? ഞാനെന്ന് ചോദിച്ചല്ലേ വല്ലതും പറഞ്ഞോ? ഞാനെന്ന് ചോദിച്ച ഒട്ടേറെ കാര്യങ്ങൾ മിണ്ടാൻ കഴിയോ നിങ്ങൾക്ക്? തൊടാൻ കഴിയോ നിങ്ങൾക്ക്? മുടിയെക്കുറിച്ച് ചോദിച്ചു. അവൻ എന്താ പറഞ്ഞത്?
ഇവിടുന്ന് തിരുവാന്ന് പറഞ്ഞാ മുടി ഞങ്ങൾ മിണ്ടൂല. അത് ആളുകൾ മുത്തുനബിയെ വിഷമിപ്പിക്കൂല, അങ്ങനെ ആക്കൂല, ഇങ്ങനെ ആക്കൂല, അതുകൊണ്ടാണ് മുടി മുണ്ടാത്തത്. കാന്തോർസ്ഥാനെ കുറിച്ച് പറഞ്ഞാലോ അത് ഞങ്ങൾ പറയും. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളെ മുണ്ടൂല. കാരണം മുണ്ടിയാൽ ഇത് മുടിയാണ് വിഷയം, ഇത് മുടിയാണ് വിവരറിയും. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് പറയാൻ അവരെ കഴിയുന്നില്ല. ഇവർക്കിത് അറിയാത്തൊന്നുമില്ല. അള്ളാഹു ചില ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ചില ആളുകൾ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടായാലും എന്തൊക്കെ കണ്ടാലും ലാ യുഅ്മിനൂ ബിഹാ, അതുകൊണ്ട് അവരെന്താവില്ല, വിശ്വസിക്കുകയില്ല. നമ്മൾ ഈ ചില മുൻചേരക്കൊക്കെ ദ്വാരക്കാനുണ്ട്, ലാസ്റ്റ് ദ്വാരക്ക. നേരത്തെ ചോദിച്ചു എന്തൊന്നും വായിക്കാത്ത, മറ്റാൾക്ക് ഞാൻ പോക്കലിട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ അതും കൊടുത്ത് പറയാ, വല്ല ഏപ്പിക്കാരും സംശയം ഉണ്ടെങ്കിൽ എഴുത്തൊന്നും വേണ്ട, നിങ്ങൾ നേരിട്ട് വന്നോളി. ഈ പോക്കലിട്ട് പോയത് ഓര് തന്ന കത്തായിരിക്കും. ഇതിപ്പോ എന്താ വെച്ചാല് ഉമ്മാക്കും ഉപ്പാക്കും സഹോദരങ്ങൾക്കും കൊണ്ട് ദ്വാചിന് 5000 രൂപ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും ജീവിച്ചിരിക്കുന്നവരല്ലേ, അള്ളാഹു പരിശുദ്ധരായ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷമീർ മുദ്കുത്തും എന്ന് പറയുന്ന മാന്യ സഹോദരൻ അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാം നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ, പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഈ പരിശുദ്ധമായ സംരംഭത്തിന് വേണ്ടി അകമൊഴിഞ്ഞാണ് മാന്യ സഹോദരൻ സഹായിച്ചിരിക്കുന്നത്. അള്ളാഹുവെ ആ സഹോദരനോടുകൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തുകൂടെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബിയ്യിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യത്തിന്റെ വിഷയത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ പറയില്ല, ഞാനോട് പറഞ്ഞ കേട്ടാൽ മതി, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നല്ലാണ്. വേണ്ടത് വന്നോളി, ഒരു കുഴപ്പമില്ല. നിങ്ങളെ ബുക്കും കിതാബൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ ഇൻഷാ അല്ലാഹ് ഓരോ ബുക്ക് നമുക്ക് എടുക്കാം, ഓരോ ക്ലിപ്പിടാം. എത്ര ഫയൽ അങ്ങ് നോക്കി നിങ്ങൾ എത്ര ഫോൾഡറാക്കി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറൊക്കെ ജാമാകാൻ തുടങ്ങിക്കണു ഈ മുടിക്കിപ്പോണ്ട്. നിങ്ങൾ വന്നോളി, ഞാൻ വിട്ടുപോയ ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ ക്ലിപ്പ് ഇട്ടുതരാം. സുഖമാണ്, എളുപ്പമുള്ളൊരു പണിയാണ്. ഇരിക്കട്ടെ, നാം പറഞ്ഞുകൊണ്ടുവരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചില്ലാത്ത കഥകൾ പറയുമ്പോ ഈമാനുള്ള ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക? മുത്തുനബിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുങ്ങൾ. ഒരു മുടി കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഇത് മുത്തുനബിന്റെ തിരികേശമാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഇത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുക? എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എത്രയാണ്, അവിടുത്തെ മഹത്വം എത്രയാണ്. അവിടുത്തേക്കൊന്നിനെ ചേർത്തി പറയുമ്പോ അത് അവിടുത്തേതാവണ്ടേ. നമ്മൾ ആരുടെയെങ്കിലും മുടിയെടുത്തിട്ട് ഇത് മുത്തുനബിന്റെതാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ വേദന എത്രയാണ്. ഇതല്ലേ നമ്മൾ പറയുന്നുള്ളൂ? ഇത് ആക്ഷേപമാണോ? ഇത് കുറ്റപ്പെടുത്തലാണോ? ഇത് ചെറിപറയലാണോ? ഇത് പരിഹസിക്കലാണോ? നമ്മുടെ കരളിന്റെ കൃത്യമായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ലേ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവിടുത്തെ വധിക്കണ്ട, അവിടുത്തെ തൂക്കിലേറ്റണ്ട, അവിടുത്തെ ശരീരത്തിൽ ഒരു മുള്ളുകുത്തുന്നത് പോലും വേദനിപ്പിക്കുന്നത് പോലും എന്റെ മനസ്സിനെ വധിക്കില്ലെന്ന് മഹാനായ സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാനുള്ള മുസ്ലിമീക്ക് എങ്ങനെയാണ് ഏതെങ്കിലും പെണ്ണുങ്ങളെ മുടി കൊണ്ടുവന്നിട്ട് ഇത് മുത്തുനബിന്റെ മുടിയാണെന്ന് പറയുമ്പോ എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ കേട്ടിരിക്കുക? എങ്ങനെയാണ് കണ്ടിരിക്കുക? ഇതല്ലേ നമ്മൾ പറയുന്നുള്ളൂ? ഇത് ആക്ഷേപമാണോ? ഇത് കുറ്റപ്പെടുത്തലാണോ? ഇത് പരിഹസിക്കലാണോ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചർച്ചയ്ക്കിരിക്കാം. ഈ സാധുക്കള മൈക്ക് ഓപ്പറേറ്റർമാരാണെങ്കിൽ മൈക്ക് ഓഫർ ചെയ്തു, സ്റ്റേജ് കമ്പനിക്കാരാണെങ്കിൽ സ്റ്റേജ് ഓഫർ ചെയ്തു. ഞാൻ സാധു വന്നാൽ പോരെ, ഞാൻ അരിയുന്നിട്ട് വരാൻ എന്റെ വണ്ടി കൊടുന്നോളാം, എന്നാലും കുഴപ്പമില്ല. തയ്യാറാവട്ടെ. എവിടേക്കെത്തി വാദം കൊണ്ട്? ആ മുടി ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നമ്മൾ ചോദിച്ചു, ഒന്ന് കത്തിച്ചു നോക്കാൻ പറ്റുമോ? ഒന്ന് കത്തിച്ചു നോക്കാൻ പറ്റുമോ? കത്തിച്ചാൽ റസൂലുള്ളാഹിന്റേതാണെങ്കിൽ അത് കത്തൂല. അത് കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടില്ലേ, റസൂലുള്ളാഹി തങ്ങളുടെ തിരികേശമാണോ? അത് കത്തിച്ചാൽ കത്തുകയില്ല. കാന്തപുരം പറഞ്ഞിട്ടില്ല. ഇല്ലെന്ന് പറയാൻ പറ്റും? എനിക്ക് ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു, കത്തിച്ചാൽ കത്തുകയില്ല.
പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ലേ. എന്നാ പിന്നെ നമ്മളെ TK ഹംസാക്ക പറഞ്ഞതുപോലെ ഒന്ന് കത്തിക്കാൻ തയ്യാറായിക്കൂടെ? അവൻ കത്തിക്കാൻ തയ്യാറായിക്കൂടെ? എന്തവരെ തയ്യാറാകാത്തത്? ഇവർക്കറിയാം കത്തിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ അതിന്റെ പണി അങ്ങ് തീരും. കാരണം ഞമ്മക്കറിയാലോ നമ്മളെ കയ്യിലുള്ള കത്തിച്ചതിന്റെ അവസ്ഥ. നമുക്കും കിട്ടിയല്ലോ ഏണം കിട്ടി. നമ്മൾ കൊണ്ടുവന്നിട്ട് ഒന്ന് കത്തിച്ചു നോക്കി, സുബ്ഹാനല്ലാഹ്, ആളി കത്തിയില്ലേ. പിന്നെ ഒന്ന് നമ്മൾ വേറെ സ്ഥലത്ത് കൊടുത്തു, ബാക്കി 5 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തന്ന മുടി തിരിച്ചു തരണം തന്നു. എത്ര മുടിയായിരുന്നു? ഏണം. അപ്പൊ നമ്മൾ ചോദിച്ചു ഏണം വേണോ? ഏണം തന്നെ വേണം പറഞ്ഞു. 5 പോലെ ചിലപ്പോൾ അവർ 7 വേണമെന്നാണ്. 7 മുടി കിട്ടിയത് 7 മുടി കിട്ടിയതായിരുന്നു. അപ്പൊ നമ്മളെ ഇസ്ലാമിസിന്റെ അടിച്ചൊരു ചേച്ചിനോട് ചോദിച്ചു ഒന്ന്, കാരണം ആ മുടിക്ക് നമ്മളെ മുടിയൊന്നും ഫിറ്റാണില്ല, സ്ത്രീകളെ മുടിയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു 2 തരാറുണ്ട്. അങ്ങനെ 7 കൊടുത്തപ്പോഴോ സുബ്ഹാന ജല്ല ജലാലോ അന്നുണ്ട് ഇവിടെ ആക്കോടൊരു സമ്മേളനം നടക്കുന്നു. ഞാനും ഇസ്മായിൽ സക്കാഫി പ്രസംഗിച്ചതിന് മറുപടിയായിട്ട് അവർ സമ്മേളനം നടത്തിയിരുന്നു. അപ്പൊ നമ്മളെ മറ്റാള് കത്തി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹം പ്രസംഗിച്ചില്ലോ, SKSSFകാരിൽ നിന്ന് ആ മുടി ഞങ്ങൾ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ തിരികേശം സൂക്ഷിക്കാനോ കൈവശമാക്കാനോ SKSFകാർക്ക് അർഹതയില്ലെന്ന് ലോകം തെളിയിച്ചിരിക്കുന്നു, മുത്തുനബി തെളിയിച്ചിരിക്കുന്നു. ഇതാ വരുന്നു ആ തിരികേശമായിട്ടുള്ള വാഹനം നമ്മുടെ നാട്ടിലേക്ക്. കുട്ടികളൊക്കെ ആനന്ദത്തിൽ തുള്ളിച്ചാടി, ആനന്ദ ലഹരിയിലായി. അപ്പോഴേക്ക് സ്റ്റേജും തലേ ചെല്ലാൻ തുടങ്ങി. എന്തിനാലുള്ളത്? നമ്മൾ അമ്മൂനെ മുടിക്ക്. ആ ചേച്ചിന്റെ പേര് അമ്മൂന്നല്ലോ കേട്ടോ, അത് പൊന്മളിട്ട പേരാ, നമ്മളിട്ട പേരൊന്നുമല്ല. അത് പൊന്മളിട്ടോണ്ട് മൂപ്പര് ആ വിഭാഗത്തിലെ ഗ്രാൻഡ് മുഫ്തിയല്ലേ, ആ വിഷയത്തിലെങ്കിലും മൂപ്പര് പിന്തുടരാൻ നിൽക്കുമ്പോൾ അനുകരിച്ചതാണ്. ചേച്ചിന്റെ പേര് അമ്മൂന്നല്ല. എന്നിട്ട് പറഞ്ഞു, കണ്ടോ ഞങ്ങൾക്കാണ് അർഹത, ഞങ്ങൾ നബിയുടെ മുടി ഞങ്ങൾ തിരിച്ചു വാങ്ങുന്നു. എന്നിട്ട് പറഞ്ഞ അസൂയ കൊണ്ട് ഇവരെ നമ്മൾ എതിർക്കാണ്. നിങ്ങൾ ആലോചിക്കുക, ആർക്കസൂയ കൂട്ടരെ? ഞങ്ങൾ എന്തിനു അസൂയപ്പെടണം? ഞങ്ങളെ ചേച്ചിന് 2 മുടിയെല്ലാം എടുത്തുള്ളൂ, ചേച്ചിന് ഞങ്ങളടുത്താണ്. അപ്പൊ അസൂയം കിട്ടലോ ഉണ്ട്. നിങ്ങളെ നബിച്ച് ഞങ്ങളെ ഇസ്ലാംസിന്റെ അടിച്ചു വരിക, എന്തിനാ ഞങ്ങൾക്ക് അസൂയ? വമ്പിച്ച സ്വീകരണം. അങ്ങനെ വണ്ടി ഓടി നിർത്തി, കുട്ടികൾ ഓടിച്ചെന്നു ഈ മുടിയൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് മുത്താൻ വേണ്ടിയാ, വെള്ളം ഒന്ന് കുടിക്കാൻ വേണ്ടി. അപ്പൊ സ്റ്റേജിൽ നിന്ന് മറ്റാളെ പ്രഖ്യാപനം ഇല്ലല്ല, ഇന്ന് കാണിക്കൂല, നാളെ കൊണ്ടോട്ട് വെച്ച് സ്വീകരണം നൽകുന്നതാണ്. കുട്ടികളൊക്കെ ആകെ നിരാശയിലായി, വിഷമത്തിലായി. ഇനിയിപ്പോ എന്താ കാട്ട, മുടി കാണാൻ പറ്റില്ലല്ലോ. അന്ന് കുറച്ച് മഴയുണ്ട്, വണ്ടി അങ്ങനെ ചളി പിടിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതൊരു വിദ്യാർത്ഥി പഴയ ഓർമ്മ വന്നു, ഷെയ്ഖുന ക്ഷീണിതനാണ് സ്ഥാന കൈമുത്തണ്ട, എല്ലാവരും സ്ഥാന വാഹനം മുത്തിയ മതി. അപ്പൊ ഓർമ്മ വന്ന കുട്ടി വേണം മുത്തി വണ്ടിമേ. പിന്നെ ബാക്കിയുള്ളൊരു യാക്കോമാണല്ലോ, ഒരാൾ എന്താ പറയണം അതിന് കേട്ടാൽ മതിയല്ലോ. ബാക്കിയുള്ളൊക്കെ മുത്തി, എല്ലാവരും മുത്തിയ വണ്ടിയാണ് ക്ലീനായി. അപ്പൊ ഒരുത്ത വന്നപ്പോ സാറല്ലോ ടയറുണ്ടാവും, ടയർ മുത്തി, ടയർ മങ്ങിയായി, വണ്ടി തിരിച്ചു പോയി, കുണ്ടോട്ടിയിലേക്ക് പോയി. എത്ര പാവങ്ങളാ കുണ്ടോട്ടിയിൽ പോയിക്കൊണ്ട് ആ മുടിയിട്ട് വെള്ളം കുടിച്ചത് നിഷേധിക്കാൻ കഴിയോ? അവസാനം പേരോട് നിഷേധിക്കാമെന്നല്ലേ, പേരോട് പറഞ്ഞല്ലേ, അതാ SSFകാര് ആ കുട്ടികൾ എന്ത് പണിയാ കാട്ടിയത്? എന്ത് പണി കാട്ടിയത്? ഞങ്ങളല്ല നിങ്ങളാട്ടിയത്. എന്ത് പണി കാട്ടിയത്? ഞങ്ങൾ അമ്മൂനെ മുടിയിട്ടുള്ള കുടിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തൂല. കാന്തപുരം എ.പി. അബൂബക്കർ പറഞ്ഞു കേട്ടോളൂ, അത് കത്തൂല. മുത്തുനബിന്റേതാണെങ്കിൽ അത് കത്തൂല. പറയട്ടെ അദ്ദേഹം. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. എന്തെന്തെന്ത്? കത്തിച്ചാൽ കത്തുകയില്ല എന്നുള്ളത് തീർച്ച. കാന്തപുരം എ.പി. അബൂബക്കർ പറഞ്ഞു കേട്ടോളൂ. പറയട്ടെ, കത്തിച്ചാൽ കത്തുകയില്ല എന്നുള്ളത് തീർച്ച. തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. എന്ത്? കത്തിച്ചാൽ കത്തൂരാണ് തീർച്ചയാണ്, പക്ഷെ കത്തിച്ചു നോക്കൽ മതവിരുദ്ധമാണെന്നാണ് ഞങ്ങൾ മതത്തിൽ പഠിച്ചിട്ടുള്ളത്. പ്രമാണങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് പ്രമാണത്തിലെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരു പ്രമാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കിതാബിന്റെ ഇബാറത്ത് കൊണ്ടുപോവാ. ഇന്ന കിതാബിൽ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരികേശം കത്തിച്ചു നോക്കൽ തെറ്റാണെന്ന് ഇന്ന കിതാബിലുണ്ട്. തെളിയിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കത്തിച്ചു. ആ കത്തിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയിട്ട് 2 മുടി കൊടുത്തു. ആ മുടി കൊണ്ടിട്ട് സ്വീകരണം കൊടുത്തു. സ്വീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പേരോടിന്റെ പ്രസംഗം കേട്ടോ. നിങ്ങൾ പേരോട് പറയാണ്, ഞങ്ങൾ അന്നേ പറഞ്ഞു നിങ്ങളാ എന്ത് സ്വീകരണം കൊടുത്ത്, നിങ്ങൾ ഏതിനാ സ്വീകരണം കൊടുത്തത്, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഇവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കയ്യിൽ തിരിച്ചു വാങ്ങിയില്ലേ, അത് റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്കാണ്, അതിനാണ് ഞങ്ങൾ സ്വീകരണം കൊടുത്തത്. പേരോട് ആരാങ്ങൾ സ്വീകരണം കൊടുക്കാൻ പറഞ്ഞത്? SSF കൊടുത്തത്, നമ്മളല്ല കേട്ടോളൂ. ഒരു വിഷയം അറിയോ,
പൊന്മള ഉസ്താദ് ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാരോ മുബാറക്കിനെയല്ല, ഷാരോ മുബാറക്കിന്റെ സനദിനെയല്ല. ഷാരോ മുബാറക്കിന്റെ പേരിൽ ചിലർ സംഘടനയുടെ നയം വിട്ട്, സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട് സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ പൊന്മള ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ പ്രസംഗിച്ചു ആ ഷാരോ മുബാറക്ക് ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് തലയിൽ നിന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനുള്ളൊക്കെ ആദ്യം പറയേണ്ടത്, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ആരെയും കേൾപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ചില വഴിവിട്ട പ്രസംഗങ്ങളെ ഇതുപോലെ എസ്കെക്കാർ ഒരു ഞങ്ങൾ ജാലിയാവാലെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് ഇയാൾ പറഞ്ഞ മാതിരി തന്നെ എസ്കെക്കാർ പറഞ്ഞു. അങ്ങനെ പറയരുത്, റസൂലുള്ളാഹിന്റെതല്ലേ സ്വീകരിക്കണ്ടേ. ഒന്ന് നിങ്ങളോട് ദേഷ്യപ്പെടണം, നിങ്ങളെ കാര്യം പറയേ. നമ്മൾ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും റസൂലുള്ളാഹിന്റെതല്ലേ, അത് സ്വീകരിക്കണല്ലോ. നിങ്ങൾ എന്തിനു ദേഷ്യപ്പെടുന്ന കാര്യം പറയാം. നമ്മൾ തിരിഞ്ഞോക്കില്ല. ഒരു കൂട്ടർ എന്ത് ചെയ്തു, ഒരു കൂട്ടരുമായിട്ട് അത് ഞങ്ങളിങ്ങനെ വാങ്ങാണ്ടിരുന്നു. വാങ്ങാണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അത് കൊണ്ടുപോയിട്ട് ആക്കോട് വെച്ച സ്വീകരണം. ഏത് സംഘടന പറഞ്ഞു സ്വീകരണം കൊടുക്കാം? SSF പറഞ്ഞു, നമ്മൾ പറഞ്ഞിട്ടില്ല. SSF ആണ് സ്വീകരണം കൊടുത്തത്, ഞങ്ങളല്ല. പറയൂ, ഏത് നേതാവ് പറഞ്ഞു സ്വീകരണം കൊടുക്കാം? ഏത് നേതാവ് പറഞ്ഞു? കണ്ടങ്ങള് സ്വന്തം സംഘടന ചെയ്ത കാര്യം പോലും ഏറ്റെടുക്കാൻ പേരോടൊന്നും കഴിയുന്നില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സ്വീകരണം കൊടുക്കുന്നത്? ഈ സാധുക്കൾ അവിടെ സ്വീകരണം കൊടുത്തു, കൊണ്ടോട്ടിൽ നിന്നോ 100 കണക്കിന് വാഹനങ്ങൾ അകമ്പടിയുടെ മുടി കൊണ്ടത്. ഏത് മുടി? നമ്മുടെ ഇസ്ലാം സെറിലെ ചേച്ചിന്റെ മുടി. എന്നിട്ടിങ്ങനെ കലക്കി കുടിക്കുക. അവരിങ്ങനെ പൊന്മുളപ്പുറത്ത് ചിരിക്കുക. ഏത് മുടിയാണ് കുടിക്കുന്നത്? പൊന്മുള പറയണം അമ്മൂന്റെ മുടിയാണ്. ഈ സാധുക്കളൊരു ഗതികേടല്ലേ ചുമള്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഒന്ന് കത്തിച്ചു നോക്കാൻ തയ്യാറുണ്ടോ? എന്തേ തയ്യാറാകുന്നതിന് മറുപടി ഞാൻ പറയണ്ട. നമ്മൾ അംസാക്ക കൊടുത്തതിന് മറുപടി നല്ല ഫിറ്റ് മറുപടിയാണ്. ആരാ അംസാക്ക? നമ്മളെ സഖാവ് അംസാക്ക. അംസാക്കാരാ? മഞ്ചേരിയിൽ മത്സരിച്ചപ്പോ എന്താ അംസാക്കാര? ഞാൻ AP സുന്നിയാണ് മത്സരിച്ചത്. AP സുന്നിയാണ് അംസാക്ക മത്സരിച്ചത്. പിന്നെയാണ് അംസാക്കൊക്കെ മനസ്സിലാക്കി. ഒരു തെരഞ്ഞെടുപ്പിൽ അംസാക്ക ജയിച്ചപ്പോ ഉസ്താദ് വിളിച്ചിരുന്നു, അംസാക്ക നിങ്ങൾ ജയിച്ച നമ്മൾ വോട്ടുണ്ടാണ്. അന്നായിക്കോട്ടെ. പിറ്റേ തെരഞ്ഞെടുപ്പിൽ അംസാക്ക എന്ത് ചെയ്തറിയോ? തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഇറങ്ങും. പത്രസമ്മേളനത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ AP സുന്നിയാണെങ്കിൽ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നു. അതോടെ ഉള്ള വോട്ടും പോയി അസാദ് തോറ്റു. ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ അസാദ് ജയിച്ചതാണ്? കാരണങ്ങൾ പലതുണ്ടാവാം. പക്ഷെ AP സുന്നിയാണ് പറഞ്ഞുകൊടുക്കുന്ന ഉള്ള വോട്ടും പോയി. നിങ്ങളിപ്പോ ചെയ്തിട്ട് അംസാക്കളെ വെച്ച് നോക്കി, നിങ്ങൾ AP സുന്നി എന്ന് പറയുന്നു. സത്യധാരന്റെ അഭിമുഖത്തിന്റെ മുപ്പരത്ത് പോയി. പോയ മുപ്പര് ആദ്യം പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഓഫാക്കി വെക്കണം, ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞുതരാ. അയാൾ പറഞ്ഞു, ആ സ്ഥാനം കടുത്ത മുനാഫിക്കാണ്. ഞങ്ങൾ പറഞ്ഞ കടുത്ത മുനാഫിക്കാണ് അയാൾ സ്വർഗത്ത് പോകലട്ടോ. അയാൾ പോകില്ല. ഇയാൾ പറയണേ അയാൾ സ്വർഗത്ത് പോകില്ല. അയാൾ എന്നെ കണ്ട പറയാം, അംസാക്ക നമ്മൾ വോട്ട് നിങ്ങൾക്ക് തന്നെയാണ്. ഈ അഹമ്മദിനെ കണ്ടപ്പോൾ പറഞ്ഞു, അയമാക്ക നമ്മൾ വോട്ട് നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങളെ രണ്ടാളെയും പറ്റിച്ച് കടുത്ത മുനാഫിക്കാണ് അയാള്. എന്നിട്ട് അംസാക്കാരനോ അയാൾ സ്വർഗത്ത് പോകില്ല. അയാളൊക്കെ പോകണമെങ്കിൽ അതിന്റെ മുമ്പ് ഞാൻ പോകണം. ഞാൻ പോയിട്ട് ഒരു പരിപ്പോടിയും ഒരു കട്ടൻ ചായയും ഒരു ദിന അടുത്ത സംഭവം ഹബീബ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശങ്ങൾ സൂക്ഷിച്ചു നിൽക്കുന്നൊരു മഹാൻ. ആ മഹാന്റെ കയ്യിൽ അല്പം കേശങ്ങളുണ്ട്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു രാജാവ്, ആ രാജാവ് അറിയുകയാണ്. ആ രാജാവ് മഹാനായി കയ്യിൽ തിരികെ സൂക്ഷിച്ച മഹാനാരാണ്? ഇബ്നു അബൂ ത്വാഹിർ അലവി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കയ്യിൽ തിരികേശമുള്ള ഒരു രാജാവ് അറിഞ്ഞപ്പോ രാജാവിന് താല്പര്യമായി ഈ തിരികേശങ്ങൾ കിട്ടാൻ. സുബ്ഹാനല്ലാഹ്, ഈ മഹാനായ പണ്ഡിതൻ എന്തേ ചെയ്തത്? രാജാവിന് കൊണ്ടുപോയിട്ട് ഈ തിരികേശങ്ങൾ സമർപ്പിക്കുകയാണ്. രാജാവിന് വല്ലാത്ത സന്തോഷമായി. രാജാവ് ഈ മഹാനെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, ഏറെ ഇഷ്ടത്തോടുകൂടെ കാണുകയാണ്.
രാജാവ് ബഹുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, പിന്നീട് ഈ രാജാവിന്റെ അടുക്കലേക്ക് ഈ തിരിവേഷങ്ങൾ കൊടുത്ത് മഹാൻ ചെല്ലുകയാണ്. എപ്പോഴാ ചെല്ലുന്നത്? അയ്യാം, കുറെ ദിവസങ്ങൾക്ക് ശേഷം ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, രാജാവ് മുഖം ചൊലിക്കുകയാണ്. വലം യൽതഫിത് ഇലൈഹി, ഈ രാജാവ് തിരിവേഷങ്ങൾ കൊടുത്ത മഹാനിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, മഹാനെ പരിഗണിക്കുന്നില്ല, മഹാനെ ആദരിക്കുന്നില്ല. സാധാരണത്തിൽ ആലിമീങ്ങളെ കണ്ടാൽ, സാദാത്യങ്ങളെ കണ്ടാൽ നേറ്റു നിൽക്കുന്ന ബഹുമാനിക്കുന്ന രാജാവ് ഈ സയ്യിദുകളെ കാണുമ്പോ, ഈ മഹാനെ കാണുമ്പോൾ മുഖം തിരിച്ചു കളയുകയാണ്. തിരിവേഷങ്ങൾ കൊടുത്ത മഹാനെ കണ്ടപ്പോൾ രാജാവ് മുഖം തിരിച്ചു കളഞ്ഞു. ഇത് കണ്ട മഹാൻ വല്ലാത്ത വിഷമമായി. ആ മഹാനെന്തേ ചെയ്തത്? രാജാവിനോട് ചോദിച്ചു, എന്തേ സാധാരണ ആലിമീങ്ങളെ കണ്ടാൽ, സദാത്യങ്ങളെ കണ്ടാൽ ബഹുമാനിക്കുന്നെന്ന് എന്തേ ഇപ്പോൾ മുഖം തിരിച്ചു കളയാൻ കാരണമെന്താ? ഉടൻ തന്നെ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖാല ലഹു ഖാല ലീ ഫുലാൻ ഇന്ന ഹാദിഹി ശഅറ ലാ അസ്ല ലഹാ. ഞാൻ മുഖം തിരിക്കാൻ കാരണം, നിങ്ങളെ കണ്ടപ്പോൾ ബഹുമാനിക്കാതിരിക്കാൻ കാരണം, നിങ്ങളെ കണ്ടപ്പോൾ ആദരിക്കാതിരിക്കാൻ കാരണം, എന്നോട് ചില ആളുകൾ വന്ന് പറഞ്ഞു, അന്ന് തന്നെ ഈ കേശങ്ങളുണ്ടല്ലോ, ലാ അസ്ല ലഹാ, അത് അടിസ്ഥാനമില്ലാത്ത മുടികളാണ്, അസിലില്ലാത്ത മുടികളാണ്, അങ്ങനെ വഞ്ചിച്ചതല്ലേ, അങ്ങനെ പറ്റിച്ചതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ പരിഗണിക്കാത്തത്, അങ്ങയെ മെയിൻ ചെയ്യാത്തത്, അങ്ങയെ ബഹുമാനിക്കാത്തത്. അപ്പൊ ഈ മഹാനന്ദ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്ന് സ്വീകരിച്ചേ പറ്റൂ, സനത് ചോദിക്കാൻ പറ്റൂല, അസർ ചോദിക്കാൻ പറ്റൂല, തൊഴിൽ ചോദിക്കാൻ പറ്റൂല, തന്നാൽ സ്വീകരിച്ചേ പറ്റൂ. പറഞ്ഞില്ല. ആ മഹാൻ എന്തേ ചെയ്തത്? ആമേർ മറല്ലേ കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഏർപ്പാടില്ല. കേട്ടോ, കിതാബാണ് വായിക്കുന്നത്. എന്തേ മഹാൻ ചെയ്തെന്നല്ലേ? ആ മഹാനോട് തന്നെ സുബ്ഹാനല്ലാഹ് ആ മഹാൻ രാജാവിനോട് പറയുന്നെങ്കിൽ ആ തിരികേശങ്ങൾ എനിക്ക് തിരിച്ചേൽപ്പിക്കണം, അതിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവാ. തിരിച്ചു കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന ഉടനെ മഹാൻ പറയുകയാണ്, കുറച്ച് തീയും കൊണ്ടുവാ. ഈ തിരികേശങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ മഹാൻ പറയുകയാണ്, കുറച്ച് തീ കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്, തീ കൊണ്ടുവരികയാണ്. എല്ലാവരും കാണേ, എല്ലാവരും കണ്ടിരിക്കെ ഈ മഹാനന്റെ ചീരന്നല്ലേ ആ തിരികേശങ്ങൾ എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, തീരെ കിടുകയാ. എന്തേ കാന്തപുരം പറഞ്ഞത്? കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പാടില്ല. നീ നമ്മളെ വിദ്വാനും പ്രസംഗിച്ചത് മദ്ദം പറഞ്ഞു, അങ്ങനെ കത്തിച്ച് കാണിക്കാൻ പറ്റുമെന്ന് ഏത് ഇമാമ പറഞ്ഞിട്ടില്ല. അന്ന് കളിപ്പിച്ചെടുത്തേ. മൂപ്പര് പറഞ്ഞു, അത് തെളിയിച്ചെന്നാൽ ഞാൻ പൊതുപ്രവർത്തനം വിടാന്ന് പറഞ്ഞത്. നിങ്ങൾ എന്നോ വിടേണ്ടതാണ്, പടന്ന് വിട്ടാപ്പാര മുമ്പേ വിടേണ്ടതാണ്. എന്ത് അങ്ങനെ കത്തിക്കാമെന്നുള്ളത്? ഞാൻ കിതാബ് വായിക്കുന്ന സഹോദരന്മാരെ, വല്ല SSFകാരുണ്ടെങ്കിൽ കടന്നു വാ. സ്നേഹത്തോടുള്ള ക്ഷണമാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ സാധുക്കളാണ്. ഇവിടുത്തെ പാവപ്പെട്ട SSFകാർ പാവങ്ങളാണ്. അവരൊന്നും ഇതൊന്നും അറിയില്ല. അവർക്കതറിയാതെ ആട്ടം തുള്ളി നടക്കുന്നവരാണ്. അവർക്കറിയില്ലോ അവരത് പറ്റിക്കാണ്. അതുകൊണ്ടാണല്ലോ മറ്റാൾ പറഞ്ഞത്, അവിടെ ചോദിക്കാൻ പറ്റൂല, ഞാൻ എന്ത് പറഞ്ഞു അത് കേട്ടേ പറ്റൂ. സമീന വാത്രൈന, കേൾക്കുക പോക. മുടി നിറഞ്ഞ മുടി, പൊടി നിറഞ്ഞ പൊടി, ചട്ടി നിറഞ്ഞ ചട്ടി, ജുബ നിറഞ്ഞ ജുബ അല്ലേ? എന്തൊക്കെ കൂടുതൽ നിങ്ങൾ വെച്ചു? മുടി, പിന്നെ പൊടി, പിന്നെ ചട്ടി, പിന്നെ ജുബ, എന്തൊക്കെ സാധനങ്ങളാണ്. SSFർക്ക് ഓരോ യൂണിറ്റിലും ഒരു ഓഫീസിന്റെ മുന്നിൽ 4 വലിയ പാത്രങ്ങൾ വെക്കണം. ഒന്ന് മുടിയിട്ട വെള്ളത്തിന് ജ്യൂസ്, 2 പൊടി കലക്കിയത്, മുഴുവൻ ആ പാത്രത്തിൽ ഒഴിച്ച വെള്ളം, 4 ഖാലിറുള്ള ജുബ്ബ. എന്തൊക്കെയാണ് സുബ്ഹാന ജല്ല ജലാലുഹു. പറയട്ടെ, അവരെടുക്കട്ടെ. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, ഇവിടെ വെച്ച് പ്രസംഗിച്ച അതേ വ്യക്തി അവിടെ വെച്ചും പറഞ്ഞൊരു കാര്യമാണ്. എന്ത് നേരുണ്ടോ? അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കത്തിക്കാൻ പറ്റുമെന്നൊക്കെ എവിടെയാണുള്ളത്? ഞാനിത് ആ കിതാബാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മഹാനന്റെ ചെയ്തത്, ആ മഹാൻ സുബ്ഹാനല്ലാഹ് ആ തീകള്, ആ പരിശുദ്ധമായ തിരികേശങ്ങൾ തീയിലേക്കിടുകയാണ്. കത്തിയിൽ നിന്ന് മാത്രമല്ല, കേട്ടോ,
ഞാൻ പെൺമഴക്കിൽപ്പ് കേൾപ്പിക്കാൻ പോവുകയാണ്. പെൺമൾ എന്താ പ്രസംഗിക്കുന്നത്? റസൂലുള്ളാഹിന്റെ തിരികേശം തീയിലിട്ടാൽ കത്തുന്നതാണ്. എസ്എസ്എഫുകാരാ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമല്ലേ? വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരല്ലേ? വഹാബിസമല്ലേ ഇവർ പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് എസ്എസ്എഫുകാരാ ഇതിന്റെ പിന്നാലെ സിന്ദാബാദ് വിളിക്കുന്നത്? എന്തിനാണ് എസ്എസ്എഫുകാരാ ഇവർക്ക് പ്രേരിപ്പിച്ചു കൊടുക്കുന്നത്? എന്തിനാണ് എസ്എസ്എഫുകാരാ നിന്റെ സമയം ചെലവഴിക്കുന്നത്? എന്തിനാണ് എസ്എസ്എഫുകാരാ നിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത്? മുസ്ലിമിക്കെതിരല്ലേ? എന്തേ മഹത്തുക്കൾ പറയുന്നത് കണ്ടോ? തീയിലേക്ക് ഇട്ടപ്പോ കത്തിയിൽ നിന്ന് മാത്രമല്ല, തീയിലേക്കിടുമ്പോ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, തീയിലേക്കിട്ട് നോക്കുമ്പോൾ ആ തിരികേശമതാ പ്രകാശപൂരിതമാവുകയാണ്. ഇടുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിനേക്കാൾ പ്രകാശത്തോടെ വരികയാണ്. വാക്ക് നോക്കും നിങ്ങൾ, ബൽസാറത്ത് അഹ്സന മിമ്മാ കാനത്ത്, എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഭംഗിയോടുകൂടെ തീയിലേക്കിട്ടപ്പോൾ അത് പ്രകാശമുള്ളതായി മാറുകയാണ്. എന്തേ കാരണം? അത് നമ്മുടെ കരളിന്റെ കത്മമായ, നമ്മുടെ ചങ്കിലെ ചോരയായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കനെ ചെല്ലട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികേശമാണ്. ഇതെന്തേ ഇടാത്തത്? ഇത് നമ്മൾ ജാലിവാറിൻ്റെതാണ്, വ്യത്യാസം. പിന്നെ അമ്മൂന്റെയാണ് ഇട്ടകത്തും. ഇതോ കത്തിയില്ല. ഇനി കഴിഞ്ഞില്ല. ഇത് കിതാബുകൾ. ഇനി കിതാബ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാനെടുത്ത് മലയാളം വായിച്ചു. ഇനി മലയാളം വായിച്ചോ. നിങ്ങൾക്ക് ഞാൻ അതിൽ വിഷമം വേണ്ട. ഒരു അല്ലഫിന്റെ പുസ്തകം വണ്ടിയായിരിക്കും. അതിൽ നിന്നുണ്ട്. ഇനിയോ, ഇനി ഞങ്ങളെ പുസ്തകം വായിച്ചുതരാം. ഇതേതാ പുസ്തകം? ഇത് നമ്മുടെ സുന്നി വോയിസ്. സുന്നി ശബ്ദമാണ്. ഇതിലെന്താ ഉള്ളത്? ഇതിലെന്താണ്? കത്തിച്ചില്ല കേട്ടോ. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പോകാൻ നിൽക്കരുതേ. വരുമ്പോൾ ഈ വിഷയം പഠിച്ചിട്ട് വരണം. മറുപടിക്ക് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് അടക്കണല്ലോ. എന്നിട്ട് പറയാം, സമസ്തന്റെ ആലിമ്യങ്ങൾക്ക് തിരിയില്ല. ഇയാൾക്കാണ് ഭയങ്കര തിരിവാടിന്റെ ആൾക്കാർ. നിങ്ങൾക്കൊക്കെ പറയാനുള്ള തിരിവൊക്കെ ഞങ്ങൾക്കുണ്ട്. അത്ര മതി. തോന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ആലിമില്ലെല്ലാം പറഞ്ഞു മറ്റാളാണ്. അവർക്ക് ഞങ്ങളാകണ്ട. കേട്ടോളൂ. ഇതെന്താ? അസറത്ത് ബാൽ കാശ്മീരിലെത്തിയ കഥ. കാശ്മീരിലെ പള്ളിയിലെ മുടിയെക്കുറിച്ചുള്ള ചർച്ച കേട്ടോളൂ. 1963 ഡിസംബർ 27 ശേഷം അപ്രത്യക്ഷമായി. അവിടെ ഉണ്ടായിരുന്ന മുടി നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് താഴ്വര ജനറേഷൻ അണപൊട്ടി ഒഴുകി. 1966 ജനുവരി 4 മുടി തിരിച്ചു കിട്ടി. അപ്പൊ തർക്കായി, ഈ കിട്ടിയ മുടി എന്തിനാണോ? നഷ്ടപ്പെട്ടു പോയ മുടി തന്നെയാണ്. അപ്പൊ ഞങ്ങനെ പരിശോധിക്കുക? ഇവരെന്താ പറയാ? കത്തിക്കാൻ പറ്റൂല. നേലുണ്ടോ? നേലുണ്ടോ നോക്കൽ ഇക്തിവാദം. എന്താ ഇക്തിവാദിന്റെ ഒരു പുസ്തകത്തിലേക്ക് ഒക്കെ ഞാൻ തെളിയിച്ചുതരാ. നേലൊക്കെ തെളിയിക്കാം നമുക്ക്. ഒക്കെ കിതാബുണ്ടെന്നെ ആയിക്കോട്ടെ. പിന്നെയോ ഈച്ചരിക്കുമോ നോക്കാൻ പറ്റും? അതും പറ്റൂല. എന്നാ കേട്ടോ, നിങ്ങളെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ് തെളിയിച്ചത് കേട്ടോ. തർക്കം വന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലുള്ളാഹിന്റെ പുണ്യകേശമാണല്ലേ. അങ്ങനെ ഔറംഗസീബിന്റെ കാലഘട്ടമാണ്. ഔറംഗസീബ് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. പരിശോധിച്ച് കേട്ടോളൂ. റസൂലിന്റെ പുണ്യകേശം സൂര്യപ്രകാശത്തിന് അഭിമുഖമായി വെച്ചു. ആദ്യത്തെ പരിശോധന എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിന് നേരെ വെച്ചു. നേലുണ്ടോ ഇല്ലേ? ഇവിടെ പ്രസംഗിച്ച ആളെന്താ പറഞ്ഞത്? ഇവരെല്ലായിടത്തും പറയാറുള്ളത് എന്താ? നേലുണ്ടോ എന്ന് പരിശോധിക്കൽ യുക്തിവാദം. ഈ പുസ്തകത്തിൽ പറയുന്നു, നേലുണ്ടോ എന്ന് പരിശോധിക്കൽ യുക്തിവാദമാണ്. അപ്പോ ഔറംഗസീബ് യുക്തിവാദിയാണ്. ഔലിയാക്കൾപ്പെട്ട മഹാനെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? യുക്തിവാദിയാണ്. കഴിഞ്ഞല്ലേ കേട്ടോളൂ. 2 അത്ഭുതമെന്ന് പറയും. എന്താ പറഞ്ഞത്? ഒരു നിലക്കുണ്ടാവൂല എന്നാ. ഒരു നില എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും പണ്ഡിതന്മാരായ ആളുകൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരെ കിതാബിന്റെ താളുകളിൽ വ്യക്തമായി എഴുതി വെക്കുന്നു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുൽ അജ്സാദൽ അംബിയാ. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അക്സിറു സ്വലാത്ത് അലയ്യ യൗമൽ ജുമുഅ, നിങ്ങൾ എന്റെ പേരിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ സലാത്തിന് അധികരിപ്പിക്കണം. എന്തേ കാരണം?
റസൂൽ പറഞ്ഞു, നിങ്ങളെ സലാത്തുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. നിങ്ങൾ ആര് സലാത്ത് ചൊല്ലിയാലും അതെന്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ് പറഞ്ഞപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്ന അബൂദർദാ എന്ന് ചോദിക്കുന്ന നബിയേ, വബഅദൽ മൗത്ത് യാ റസൂലല്ലാഹ്, അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ നബിയെ നിങ്ങൾ ചൊല്ലിയാൽ അങ്ങക്ക് എത്തിയേക്കാം. മുത്തുനബിയെ, അങ്ങയുടെ മരണാനന്തരം ഞങ്ങൾ സലാത്ത് ചൊല്ലിയാൽ എങ്ങനെയാണ് അങ്ങക്ക് ലഭ്യമാകുക? എന്താണ് മുത്തുനബിന്റെ മറുപടി? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. ഇല്ല, അമ്പിയാക്കന്മാരുടെ ശരീരം ഒരിക്കലും തന്നെ മണ്ണ് തിന്നുകയില്ല, അത് ജീർണിക്കുകയില്ല. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നോക്കുന്നത്, ഹറമ അലൽ അർളി എന്ന് പറഞ്ഞാൽ ഐ മനഅഹ മൻ അൻ കുല്ലിയ അൻ തഅകുല അജ്സാദൽ അംബിയാ ഐ ജമീഅ അജ്സാഇഹിം ഫലാ ഫർഖ ഫീഹിം ഫിൽ ഹാലൈൻ. പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, ജീർണിക്കൂല എന്ന് പറഞ്ഞാൽ മണ്ണ് കിട്ടാൻ ഒരു പോലെ എന്ന് മാത്രമല്ല, ഒരു നിലക്കും ഒരു നിലക്കും തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശത്തിന്റെ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ തിരുശരീരത്തിന്റെ ഒരു ഭാഗവും നശിച്ചു പോവുകയില്ല. പണ്ഡിതന്മാർ വ്യക്തമായി പറയുന്നു, ഐ ജമീഅ അജ്സാഇഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ, അമ്പിയാക്കന്മാർ ഏതൊക്കെ ജിസുക്കളുണ്ടോ, അത് മുടിയാവട്ടെ, മുത്തുനബിയുടെ ശരീരത്തിന് എന്തുമാവട്ടെ, ഒന്നും തന്നെ ജീർണിക്കുകയില്ല, ഒന്നും തന്നെ നശിച്ചു പോവുകയില്ല. അത് ജീവിതകാലത്താണെന്ന് ചില ഗ്രാൻഡ് മുഫ്തികളൊക്കെ ഫത്വ കൊടുത്തേക്കാ. അതുകൊണ്ട് ഇമാമിയങ്ങൾ പറയുന്നു, ഫലാ ഫർഖലഹും ഫിൽ ഹാലൈൻ. അവർ ബഅദൽ മൗത്തിയെന്നോ ഖബലൽ മൗത്തിയെന്നോ വ്യത്യാസമില്ല, ജീവിതകാലത്തുമില്ല, മരണാനന്തരമില്ല. നമ്മളെ ഗ്രാൻഡ് മുഫ്തി പൊന്മളന്റെ പറഞ്ഞത്, പൊന്മള പറഞ്ഞു, പൊന്മള ജിഷാമായി പറഞ്ഞു, ഉസ്താദെ ഞാൻ എന്റെ കയ്യിൽ കത്തിച്ചപ്പോ കത്തിയല്ലോ. അപ്പൊ പൊന്മള എന്താ പറഞ്ഞത്? അത് കത്തുന്ന് പറഞ്ഞു. അപ്പൊ കാന്തപുരസ കത്തുലാറുണ്ടല്ലോ, അത് ഉസ്താദിന്റെ അഭിപ്രായം എനിക്ക് യോജിപ്പില്ല. ഒരു ഫിഹി മദ്ഹബാനി, ഒന്ന് മദ്ഹബ് എ പി അബൂബക്കർ മുസ്ലിയാർ, രണ്ട് മദ്ഹബ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. സഖാഫി, നിങ്ങൾ ഏത് പക്ഷത്താണ്? ഇവിടെ കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സിസ്റ്റർമാരാ, നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ നിൽക്കുന്നുവോ അതോ പൊന്മള കൂടെ നിൽക്കുന്നുവോ? പൊന്മള കാന്തപുരം എന്താ നിങ്ങൾ കിട്ടും? എന്താ പറഞ്ഞത്? കത്തിച്ചാൽ കത്തൂല, പക്ഷെ കത്തിക്കാൻ പാടില്ല. പാടുന്നുള്ള എനിക്ക് കിതാബ് തിരിച്ചണിപ്പിച്ചു. എന്നാൽ അത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? കത്തൂല മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കത്തിക്കൂല, കാരണം കത്തിച്ചാൽ നമ്മളെ കഥ തീരും. അവിടെ കത്തിക്കൂല പറഞ്ഞിട്ടുള്ളൂ, കത്തൂല മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞെന്താ? ഇഷാമായി പൊന്മളയെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഉസ്താദ് ഞാൻ കൊണ്ടുവന്ന മുടിയെ കത്തിയല്ലോ, ഞാൻ ബിസ്മി ഭാഗത്തെയൊക്കെ ഒതിട്ട കത്തിച്ചു നോക്കി, എന്നിട്ട് കത്തിപ്പോയല്ലോ പറഞ്ഞു. പൊന്മള പറഞ്ഞു അത് കത്തും. അപ്പൊ എ പി സ്ഥാൻ പറഞ്ഞിട്ടുള്ള ചോദിച്ചു, എ പി സ്ഥാൻ എന്ന് പറഞ്ഞെങ്കിൽ എനിക്കോട് യോജിപ്പില്ല എന്നാണ്. കേൾക്കുന്നത് പറയട്ടെ, ഫോൺ സംഭാഷണമാണ്, കേട്ടോളൂ. അല്ലാൻ വർത്തിക്കാൻ കാരണം വെച്ചാൽ പിന്നെ എ പി ഉസ്താദ് അടക്കം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാര മുബാറക്ക് കത്തൂലാണ് എ പി ഉസ്താദ് അടക്കം പറഞ്ഞു. എ പി ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, തിരുവേഷം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല അല്ലേ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ പാർട്ടി ഓതിയിട്ട് തന്നെയാണ് കത്തിച്ചു, അത് കത്തി. എന്നാൽ എ പി ഉസ്താദ് പറഞ്ഞ ആൾക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. എന്ത് എ പി ഉസ്താദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കണില്ല. എ പി ഉസ്താദ് എന്താ പറഞ്ഞത്? കത്തിച്ചാൽ കത്തൂല. പൊന്മള ഉസ്താദ് പറഞ്ഞത് കത്തും. ഉസ്താദ് പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല. അതിന് ന്യായം കേട്ടുള്ളൂ. അതാണ് രസകരം. പറയട്ടെ. പിന്നെ അത് വഫാത്തിന് ശേഷം വഫാത്തിന് ശേഷം ഞങ്ങൾക്കുള്ള സുഖാനം എഴുതാത്തിൽ നിന്ന് ഞാൻ വരെ വെക്കണം, എഴുതിട്ട് ഗുരുവാൻ മാത്രം. എന്തേ പറഞ്ഞത്? എന്തേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികതയിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ മുടിക്കപ്പൊരു പ്രത്യേകതയില്ല. അത് കത്തിച്ചാൽ കത്തും, ടോർച്ചടിച്ചാൽ നേരുണ്ടാകും, തേൻ പുരട്ടിയാൽ ഉറുമ്പുകൾ വന്നുകയായിരിക്കും. ഒരു പ്രത്യേകതയുമില്ല. മുടിക്ക് മാത്രമല്ല, നബിയുടെ അമാനുഷികതയിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഏത് മാത്രമാണ്? ഖുർആൻ മാത്രമേ ഉള്ളൂ.
ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കാണുന്നതാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നതാണ്. ഇവരെന്താ പറഞ്ഞത്? എന്താ പൊന്മള പറഞ്ഞത്? നബിന്റെ പ്രത്യേകത ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് മാത്രമാണെന്നല്ലേ. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞതോ? ആയത്തിൽ പറഞ്ഞ എന്താ? നമ്മുടെ പ്രവർത്തനമൊക്കെ മുത്തുനബി കാണുന്നതാ. ഞാൻ ചോദിക്കട്ടെ, എസ്എസ്എഫുകാരാ, നിങ്ങളെ വാദം ശരിയാണെങ്കിൽ, പൊന്മള പറഞ്ഞ് ശരിയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രവർത്തനമൊന്നും മുത്തുനബി കാണുന്നില്ല പറയേണ്ടി വരില്ലേ? എന്തേ റസൂലുള്ളാഹി പറഞ്ഞത്? ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറു അലൈഹി അഅമാലുക്കും, നിങ്ങളുടെ അമലുകളൊക്കെ എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞെന്താ? നബിന്റെ പ്രത്യേകത, അമാനുഷികത ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് മാത്രമാണ്. മുത്തുനബി പറയുന്നു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണാറുണ്ട്. നിങ്ങൾ നന്മകൾ ചെയ്താൽ ഞാൻ അല്ലാഹുവിനെ തുതിക്കുന്നതാണ്. ഒരു തിന്മയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നതാണ്. എസ്എസ്എഫുകാരുടെ വാദപ്രകാരം, പൊന്മുള അബ്ദുൽ ഖാദിർ മുസ്ലിയുടെ വാദപ്രകാരം എന്ത് പറയണം? ഇപ്പൊ നമ്മുടെ പ്രവർത്തനം മുത്തുനബി കാണുന്നില്ല പറയേണ്ടി വരില്ലേ? നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നില്ല, അറിയുന്നില്ല. മഅദല്ലാഹ്. മാത്രമാണോ എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ പറഞ്ഞ ഇബാറത്തുകളൊക്കെ മാറ്റിവെക്കേണ്ടി വരില്ലേ? മഹത്തുക്കൾ എന്താ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചത്? ഒന്ന് ആലോചിക്കണ്ടേ, പഠിക്കണ്ടേ, വിഷയം മനസ്സിലാക്കണ്ടേ? ഒരു കള്ള മുടിക്ക് വേണ്ടി എന്തും പറയാമാ? ഒരു വ്യാജ മുടി കൊണ്ടുവന്നിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേട്ട് നമുക്കിരിക്കാൻ കഴിയൂ? ഇത് കേട്ടിരിക്കാൻ ഇത് വിശ്വാസിക്കുന്നതിനെ കഴിയുക? ഇപ്പൊ കത്തൂരാനൊക്കെ ഞാൻ ഒട്ടേറെ ഇബാറത്ത് വായിച്ചില്ല. ഇവിടെ എത്ര സംഭവങ്ങൾ വായിച്ചു. നമ്മൾ പറഞ്ഞത് കത്തും. എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട്, രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, പൊന്മള പറഞ്ഞതാണോ ശരി, കാന്തപുരം പറഞ്ഞതാണോ ശരി? മറുപടി കൊണ്ടെങ്കിൽ പറയണം. നിങ്ങൾ പൊന്മള പറഞ്ഞതാണ് ശരിയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പൊന്മള പറഞ്ഞതാണ് ശരിയെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴത്തെ എല്ലാ പ്രത്യേകതയും നമ്മൾ തള്ളിപ്പറയേണ്ടി വരില്ലേ? അതൊക്കെ നമ്മൾ ആക്ഷേപിക്കേണ്ടി വരില്ലേ? അതിനെ കുറ്റപ്പെടുത്തേണ്ടി വരില്ലേ? അതൊക്കെ ഇല്ലെന്ന് പറയേണ്ടി വരില്ലേ? അതിന് ഇയാടെന്താ ചെയ്തറിയോ? ഇവിടെ വെച്ചിട്ട്, എവിടെ നമ്മളെ തിരുവിഴാങ്കുന്ന് വെച്ചിട്ട് ഒരു വളരെ തന്ത്രമായിട്ട് അതൊക്കെ ഇത്തിക്കാനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇത്തിക്കാനിൽ പറഞ്ഞതൊന്നും ഇബാറത്ത് വായിക്കാൻ ധൈര്യമുണ്ടോ? ഇത്തിക്കാനിൽ എന്താ പറഞ്ഞതെന്ന് വായിച്ചു പാടത്ത്. അതിന്റെ മറുപടി മറ്റുള്ള കിതാബ് ഞാൻ പറഞ്ഞുതരാം. ആത്തുക്കൾ പറഞ്ഞില്ലേ? ഒരു പണ്ഡിതന്റെ അഭിപ്രായം പറഞ്ഞെങ്കിൽ അതെന്താണെന്നുള്ളത് നമുക്ക് തിരിയില്ല, മറ്റുള്ള പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് തിരിയാതെ എന്നിട്ട് പറയാണ് ഇത്തിക്കാനിൽ പറഞ്ഞിട്ട് പൊന്മള പറഞ്ഞത് ശരിയാണ്. പൊന്മള പറഞ്ഞ ഇത്തിക്കാനില്ലേ? അപ്പൊ എ പി സാ പറഞ്ഞതിനെതിരെ ഇത്തിക്കാനുള്ളത് നോക്ക്. നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ ഓരോന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? എത്ര മഹത്വങ്ങളാ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നോക്കൂ, നിങ്ങൾ ഫിഖഹിന്റെ കിതാബുകളൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയില്ലേ? വലാ തഅക്കുൽ അർളു ലുഹൂമുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ മാംസത്തിൽ ഭൂമി തൊട്ടുകരിക്കില്ല. അതൊരിക്കലൊന്നും തന്നെ സംഭവിക്കുകയില്ല. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേക പ്രവർത്തനങ്ങൾ മുത്തുനബിയുടെ വഫാത്തിന്റെ ശേഷം മുത്തുനബിക്ക് വേണ്ടി ആരെങ്കിലും സലാം പറഞ്ഞാൽ, മുത്തുനബിയോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ പണ്ട് ലോകം രേഖപ്പെടുത്തുകയാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം നബിക്ക് സലാം പറഞ്ഞ ആ സലാം അങ്ങോട്ട് എത്തുന്നതാ. നമ്മൾ പറഞ്ഞെന്താ? മരണാനന്തരം ഇല്ല. കിതാബ് പറയുന്നു മരണാനന്തരമുണ്ട്. ഇനി കേട്ടോളൂ, നബിത്തങ്ങളെ പ്രത്യേകത പറഞ്ഞിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് സൂര്യന്റെയോ അതല്ലെങ്കിൽ മറ്റു വിളക്കുകളുടെയോ പ്രകാശത്തിന്റെ ഇടയിലൂടെ നടന്നുപോയാൽ
അല്ലാഹുവിന്റെ റസൂല് ടോർച്ചിന്റെ അരികിലൂടെ നടന്നുപോയാൽ, അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ അരികിലൂടെ നടന്നുപോയാൽ, അതല്ലെങ്കിൽ ചന്ദ്രൻ മതിക്കുന്ന സമയത്ത് നടന്നുപോയാൽ, എന്ത് പ്രകാശമാവട്ടെ റസൂൽ നടന്നുപോയാൽ റസൂലുള്ളാഹിക്ക് നേരുണ്ടാകുന്നതല്ല. മുത്തുനബിക്കും നേരില്ല. പണ്ഡിതന്മാർ പറയുന്നു മുത്തുനബിക്കുണ്ടായിരുന്നില്ല, ഒന്നും നേരുണ്ടായിരുന്നില്ല. എന്തേ കാരണം? മുത്തുനബി പ്രകാശമായിരുന്നു. എന്നാലോ ഇയാൾ പറഞ്ഞെന്താ? ആരാ അങ്ങനെ പറഞ്ഞെന്ന് ഇയാൾ വെച്ചത്? ആര്? നമ്മൾ സക്കാഫി അയാൾ പ്രസംഗിച്ചിട്ടുള്ളൂ. അയാൾ പറയണേ അങ്ങനെ കത്തിക്കാന്നിച്ച് നോക്കാമെന്നും നേരെ ടോർച്ചടിച്ച് നോക്കാന്നൊക്കെ ആരാ പറഞ്ഞത്? അങ്ങനെ തെളിയിച്ചാൽ മുപ്പരാണ് ഇവിടുന്ന് വിടാന്ന് പറഞ്ഞത്. കേട്ടോളൂ. ഞാൻ വിശദീകരിച്ചുതരാം. കള്ളമാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ പറഞ്ഞതുപോലെ പൊന്മുളസ്താദ് പറഞ്ഞിട്ടില്ല. ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണ് പൊന്മുളസ്താദ്. ഞാൻ വെല്ലുവിളിക്കുന്നു ഇയാളെ പൊന്മുളസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. ഞാൻ റെഡി. എവിടേക്ക് പൊന്മടത്തേക്ക് നമ്മളോട് പോവുക? എന്തിനാ മൂലേരെ പൊന്മള ക്ലിപ്പ് ഞങ്ങൾ ക്ലിപ്പിച്ചെന്നുള്ള ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇയാളവിടെ തിരുവനന്തപുരം അറിയോ? എന്തോ തെളിയിക്കാൻ കഴിയില്ല. ഞാനിട്ട ക്ലിപ്പൊന്നും പറയണ്ടേ? ഇല്ലാന്ന് പറയണ്ടേ? അയാളൊന്നും പറയണ്ടേ? അങ്ങനെ ക്ലിപ്പില്ലാന്ന് പറയണ്ടേ? എന്നിട്ട് മുമ്പ് പറയണ അങ്ങനെ സംഭവം തന്നെയല്ല. പൊന്മുളസ്ത പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞുതരാം. പിന്നെ മുമ്പ് ആ വിഷയം തന്നെ പറയണില്ല. പൊന്മുളസ്ത എന്താ പറഞ്ഞു പറയണ്ടേ? അത് പറയണില്ല. എന്നിട്ട് മുമ്പ് ഒറ്റ ഒഴുക്കം മട്ടിലും പറഞ്ഞു അത് ഇത്തിഖാനിൽ പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ. പണ്ഡിത വേഷം കെട്ടിയിട്ട് സാധാരണക്കാരുടെ മുമ്പിൽ വേഷം കെട്ടി പക്ഷമണ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതേ സമയത്ത് വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു മുഴുവനത്തെ അത് പൊന്മുളസ്താദ് മാത്രം പറഞ്ഞിട്ടുള്ളത്. ചങ്ങായി ഇമാം സുയൂത്തിയുടെ ഈ ദുഃഖാനം എടുക്കുമോ? കിതാബ് വെല്ലുവിളിക്കാൻ പറ്റുന്നൊരു മുഅ്ജിസത്ത് ഉണ്ടാവില്ലെന്ന പൊന്മുളസ്താദ് അതിനെക്കുറിച്ചല്ല മൂല്യരെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തുരികേശത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ചന്ദ്രൻ പിറന്നതിനെ കുറിച്ചല്ല പൊന്മുളസ്താദ് പറഞ്ഞത്. പൊന്മുള പറഞ്ഞ ഏതിനെ കുറിച്ചാ? മുത്തുനബിയുടെ തുരികേശൻ കത്തുമോ കത്തില്ല എന്ന് ജിഷാൻമായി ചോദിച്ചപ്പോ അതിനെക്കുറിച്ചാ പൊന്മുള പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മുടി അത് കത്തും. ഏപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കത്തൂല. അപ്പൊ ഏപ്പിനോട് എനിക്ക് യോജിപ്പില്ല. അതിനെക്കുറിച്ചാ പറഞ്ഞത്. ഏതാണെങ്കിലും മനസ്സിലാക്കണ്ടേ സാധു? എന്നിട്ട് എന്റെ നേരെ കുറെ കുതിര കയറാ. ഈ ചെങ്ങായിക്ക് എന്താ പണി? കിതാബ് ഓതി കൊടുക്കുന്നത് വെറുതെ നടക്കുകയാണെന്ന്. അത് ഞാൻ എന്റെ കുട്ടികളിട്ട് പോയിക്കോളാം. അത് നിങ്ങൾ നോക്കണ്ട. ഞാനൊരു സോതി കൊടുക്കണ്ടോ ഇല്ല എന്നുള്ളത്. എന്തിനാ അതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നത്? എന്റെ വ്യക്തിത്വമല്ലോ നോക്കേണ്ടത്. ആദർശത്തെ നേരിടവാ. ആദർശത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ വിടുമായത്തങ്ങൾ പറഞ്ഞു പോകുന്നത്, വ്യക്തിപരമായ വിദ്വേഷങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത്. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ വാ. എന്നിട്ട് പറയണം ആരാ പറഞ്ഞത്? അങ്ങനെയുള്ള ആരാ പറഞ്ഞത്? ആര് പറഞ്ഞു? ഇദ്ദേഹം ചോദിക്കാണ്. ആരങ്ങനെ പറഞ്ഞിട്ടുണ്ട് കത്തിച്ചു നോക്കാമെന്ന്? ആരാണ് പറഞ്ഞിട്ടുള്ളത്? കൊടുക്ക. ആര് പറഞ്ഞിട്ടില്ല? വന്നു കഴിഞ്ഞാൽ ഏത് ഇമാമാ പറഞ്ഞത്? നിങ്ങൾ ഒറ്റകടിക്കത് സ്വീകരിക്കരുത്. അത് തീയിലേക്ക് ഇട്ട് നോക്കിയിട്ട് കത്താതിരുന്നാൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ടോർച്ചടിച്ച് നോക്കി നിഴലില്ല എന്ന് ഉറപ്പുവരും ചെയ്യട്ടെ അത് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ഒരു എന്തേ പറഞ്ഞത്? ടോർച്ചടിച്ച് നോക്കാന്ന് നല്ല ഇമാം പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് സ്വീകരിക്കാവുന്ന നല്ല ഇമാം പറഞ്ഞു. നിങ്ങളെ ഇമാമരത്തിനെ കാണിച്ചു. ഞാൻ ഈ ബാർത്തോടെ വായിച്ചു. ഇനി ബാർത്ത് വായിക്കേണ്ടിരിക്കട്ടെ. അതിന്റെ മുമ്പ് നിങ്ങളെ ഇമാമ് പറഞ്ഞ കാണിച്ചുതരാം. ആരാ നിങ്ങളെ ഇമാമ്? നിങ്ങളൊക്കെ സീനിയർ പ്രഭാഷകനായ SSFന്റെ ഒരു കാലത്തെ സജീവ നേതാവ് കൂടിയായിരുന്ന, ഇപ്പോഴും സജീവ SSFന്റെ നേതാവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ ഹസനി മംബീദ് പറയുന്നു, പഴയ കാലത്തൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞിരുന്നു, തർക്കമുണ്ടാകുമ്പോൾ കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞിരുന്നു, നയലില്ലെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് നെറ്റിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. എന്ത് നേരെ വരുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. പറയട്ടെ.
നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്ത് എന്നാ മറ്റൊരു വെച്ചത്? നേരില്ലെങ്കിലേ സ്വീകരിക്കാൻ പറ്റുന്ന ആരാ പറഞ്ഞത്? നിങ്ങളെ നേതാവ് പറയുന്നു, പൂർവ്വകാലത്തെ ഇമാമിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ ടോർച്ചടിച്ച് നോക്കി. പറയട്ടെ, അടിച്ചു എന്നാണ്. ആ രോമത്തിനും ആ മുടിക്കും നിഴല് വന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ മഹാദല്ലോ, നിങ്ങൾ ഉസ്താദ് അടിച്ചു നോക്കാൻ തയ്യാറല്ല. എന്താ പറഞ്ഞത്? പൂർവ്വകാല ഇമാമിങ്ങൾ തർക്കം വന്നപ്പോ കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കണമോ? സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ടോർച്ചടിച്ച് കാണിച്ചു തരണം, നേലുണ്ടോ ഇല്ലേന്ന് കാണിച്ചു തരണം. മറ്റാൾ ചോദിച്ചെന്താ, എവിടെ പറഞ്ഞിട്ടുള്ളത്? ഇനി കേട്ടോ, റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ തിരികേശത്തിന് നേലുണ്ടാകുമോ? ഇല്ല. കേട്ടില്ലേ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ലം യകുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാകുകയില്ല. അത് എവിടെയും ഉണ്ടാവില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഒരിക്കലും തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ല. എന്തേ خصائصه صلى الله عليه وسلم أن ظله كان لا يكون على الأرض وأنه كان نورا وكان إذا مشى في الشمس أو القمر لا ينظر له ظل. رسول الله തങ്ങൾക്ക് പ്രകാശമായതുകൊണ്ട്, മുത്തുനബി പ്രകാശമായതുകൊണ്ട് മുത്തുനബിക്ക് ഒരിക്കലും തന്നെ നേലുണ്ടാകുന്നതല്ല. ആര് പറയുന്നു? കിതാബുകൾ പറയുന്നു. എന്നാ പേരോട് സക്കാഫി എന്താ പറഞ്ഞത്? പേരോട് പറഞ്ഞു, ഇടക്കുണ്ടാവാം ഇടക്കില്ലാതിരിക്കാം, ഇടക്കുണ്ടാവാം ഇടക്കുണ്ടാവാതിരിക്കാം. കേട്ടോളൂ, പേരോട് പറഞ്ഞു കേട്ടോളൂ. പേരോടിനോട് പ്രവർത്തകർ ചോദിച്ചു, നമ്മൾ ഇക്കാലം വരെ ഇല്ലാന്നല്ലേ പറഞ്ഞത്, നിങ്ങളെ പ്രസംഗത്തിൽ ഇപ്പൊ ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ പേരോടിന് മറുപടി, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ഉദ്ദേശം, ഇല്ല എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നർത്ഥമില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നർത്ഥമില്ല, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അതിന്റെ പേരാ മൂല്യരെ വഹാബിസം. പറയട്ടെ. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ മുസ്ലിമിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്ന് അല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നും അല്ല. പിന്നെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അതിനാ മൂല്യരെ വഹാബിസ് എന്നറിയാം. ഏതാ സാധനം അറിയോ? നിങ്ങൾ സ്ഥാപനം തുടങ്ങിയതാ. ഏതാ സ്ഥാപനം? കുറ്റ്യാടി പബ്ലിക്കേഷൻ ഇറക്കിയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ വായിക്കാം. ശുദ്ധമായ അല്ലഫലിഫ്, ഹൃദ്യമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും ശ്രദ്ധേയമായ ബൈത്താണ്. ആരെയും ആകർഷിക്കുന്ന അലിഫ് കൊണ്ട് തുടങ്ങി ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ലോക പ്രശസ്തമാണ് അല്ലഫുൽ അലിഫ്. അതിന്റെ വ്യാഖ്യാനമാണ് ഇത്. എവിടുന്നാണ് ഇറങ്ങുന്നത്? സാക്ഷാൽ പേരോട് സഖാഫിയുടെ കുറ്റ്യാടി പബ്ലിക്കേഷനാണ് ഇറക്കുന്നത്. ഇതിൽ പറഞ്ഞു കേട്ടോളൂ, മുത്തുനിമിത്തങ്ങൾക്ക് നേലിനെ കുറിച്ച് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കത്തിജ്വലിക്കുന്ന സൂര്യൻ പോലെയാണ്. സൂര്യന് നേലുണ്ടാവില്ലല്ലോ. നിങ്ങളുടെ തിരുദേഹത്തും നേലുകളില്ല, അത് സദാ പ്രവഹിക്കൊണ്ടിരിക്കുന്നു. പേരോടൊരാൾക്ക് എപ്പോഴെങ്കിലും ഇല്ല, സദാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഒരിക്കൽ പോലും
നബിക്ക് നേലുണ്ടായിട്ടില്ല. നബി പ്രകാശമാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. നബി പ്രകാശമല്ലേ, വിളക്കല്ലേ, കത്തിജ്വലിക്കുന്ന നൂറുൻ അലാ നൂർ. അങ്ങനല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്? നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മീതെ പ്രകാശമാണ്. അങ്ങനെയുള്ള മുത്തുനബിയെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. യശസ്സുകാരാ, ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, ഇത് സുന്നത്ത് ജമാഅത്താണോ? ഇത് പറയുമ്പോൾ നിങ്ങൾ തിരുത്തി കൊടുക്കണ്ടേ? ഇതല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളത്? ഇത് തെറ്റാണോ? ഇത് തെറ്റാണോ? ഇനി കേട്ടോ, കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാരെ പുസ്തകം ഒട്ടേറെയുണ്ട്. ഏതാണ്? മർക്കസിനെ പ്രസിദ്ധീകരിച്ച പുസ്തകമില്ലേ? ആ പുസ്തകത്തിലും തുറന്നു പറയുകയാണ്, ഹബീബാ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഇത് മർക്കസിന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇതൊക്കെ പണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. പണ്ട് എഴുതിയ തിരുകേശൻ കത്തില്ല, ഞാൻ വായിക്കാം. ഇതേതാ? മർക്കസിന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആരാധന അവതാരിക എഴുതിയത് സാക്ഷാൽ കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം അവതാരിക എഴുതിയ ഇഹിയാസുന്ന പബ്ലിക്കേഷൻ പുറത്തിറക്കിയതാണ്. ഏതാ ഇഹിയാസുന്ന? മർക്കസിൽ പഠിച്ചവർക്കറിയില്ലേ? സക്കാഫി ബിരുദമെടുത്ത മർക്കസിലെ പ്രസിദ്ധീകരണത്തെക്കുറിച്ച് എല്ലാ ഭാഗവും പ്രകാശിക്കുന്ന വസ്തുക്കൾക്കും 4 ഭാഗത്തുനിന്ന് പ്രകാശം പതിയുന്ന വസ്തുക്കൾക്കും നേരില്ലാത്ത പ്രകാരമാണിത്. പുരുശരീരത്തിൽ ഈച്ച, ഉറുമ്പ്, തേന് തുടങ്ങിയ ജീവികൾ കയറുകയില്ല. അപ്രകാരം തന്നെ തിരികേശം അഗ്നിക്കിരയാകുകയോ അതിന് നേര് തെളിയുകയോ അതിൽ ഈച്ച, ഉറുമ്പ് മുതലായവ പ്രവേശിക്കുകയോ ചെയ്യുന്നതല്ല. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ഇതൊക്കെ നോക്കിയിട്ടത് പറയാ. ഈ സാധുക്കൾക്കുണ്ടോ വല്ല കഥ? മുടിയുള്ളൂ, തലല്ല. മുടി മുടിച്ചിങ്ങനെ നടന്നാൽ മതിയോ? ഓതണം, വിഷയങ്ങൾ പഠിക്കണം, ഒരു മറുപടിക്ക് വരുമ്പോഴൊക്കെ അതിന് അധ്വാനം ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞ് തട്ടിതപ്പായാച്ചിട്ട് മറുപടിക്ക് വരരുത്. ഇനി ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാം. കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം അഗ്നിക്കിരയാകുകയോ അതിന് നേരെ തെളിയുകയോ അതിൽ ഈച്ച, ഉറുമ്പ് മുതലായ പ്രവേശിക്കുകയോ ചെയ്യുന്നതല്ല. ആരാധന അവതാരിക ചെയ്ത് സാക്ഷാൽ കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം എഴുതിയിട്ട് എന്താ പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്, എല്ലാവരും വായിക്കണതല്ല അവർ പറഞ്ഞത്. നിങ്ങൾ അവതാരിക കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ എല്ലാവരും വായിക്കണം, പ്രത്യേകിച്ച് പൊന്മുളയും വായിക്കണം. എല്ലാവരും വായിക്കേണ്ട പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് കാന്തപുരം തന്നെ അംഗീകാരം കൊടുത്ത സമയം ഒന്നത് ഇരിക്കട്ടെ. അടുത്തതേതാ? ഇത് സാക്ഷാൽ കാന്തപുരം എഴുതിയ പുസ്തകം, മുഹമ്മദുർ റസൂൽ. ഈ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എഴുതില്ല പണി, ഞങ്ങളിതൊക്കെ വായിച്ചോക്കണ്ടേ. ഞങ്ങളിതൊക്കെ വായിച്ചോക്കണ നിൽക്കുന്നത് അതിന്റെ 47-ാമത്തെ പേജ്. ഇതിലെന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അതിൽ പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വെയിലിലും നിലാവിലും റസൂലുള്ളാഹി തങ്ങൾക്ക് നേരില്ലായിരുന്നു. കശാഫ് കിതാബിന്റെ ഉദ്ധരണി കൊടുക്കുന്നു. എന്ത്? നബിക്ക് വെയിലത്ത് നടന്നാലും നേരില്ല, പ്രകാശത്തിൽ നടന്നാലും നേരില്ല, നിലാവിൽ ചന്ദ്രന്റെ പ്രകാശത്തിൽ നടന്നാലും മുത്തുനബിക്ക് നേരില്ല. പേരോട് പറഞ്ഞതോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. മറ്റാൾക്കിപ്പോ ഇങ്ങനെ ഒരുവണ്ണും പൊട്ടിച്ചെടുക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നണം. ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. എന്തിനാണ് സുസഭകാര? എന്തിനാണ് സുസഭകാര? മുത്തുനബിയെ വിറ്റ് കാശാക്കുന്ന വിഭാഗത്തിന്റെ പിന്നാലെ പെട്ടുപോകുന്നത്? പോണ്ടേ? ഈ ലോകത്തോട് ഇവിടെ പറയണ്ടേ? ഞങ്ങളെ നിങ്ങൾ എന്താ പറഞ്ഞോ? തെറി പറയാൻ നിങ്ങൾക്ക്, ഞങ്ങൾ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, ഞങ്ങളെ പരിഹസിക്കാം, ഞങ്ങൾക്ക് തിരിയില്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതൊക്കെ നിങ്ങളുടെ സ്വഭാവമാണ്. പക്ഷെ ഇത് മുത്തുനബിയെ കൊണ്ടുള്ള കളിയാണ്. മുത്തുനബിയെ കൊണ്ട്. അതുകൊണ്ടല്ലേ പേരോടിന് കിട്ടിയത് കണ്ടല്ലോ നിങ്ങൾ. പേരോടിന്റെ വിഷയം എന്നുണ്ടായതാ? പക്ഷെ അറസ്റ്റ് ചെയ്യുന്ന റബീലവല്ല. എല്ലാവരും നിർജ്ജനത്തിന് ഘോഷയാത്രയും പോകുമ്പോ ആ തലേദിവസം എല്ലാവരും മുത്തുനബിന്റെ മദീന കീർത്തനങ്ങൾ ആലപിക്കുമ്പോ പേരോട് തന്നെ അറസ്റ്റ്. എന്തേ? ഇതൊക്കെ മുത്തുനബിയോട് കളിച്ചാണ്ടെന്ന കുരുത്തക്കാട്. ഇത് ഞങ്ങളാരും മഹത്വമല്ല ഞങ്ങൾ പറയണത്. ഞങ്ങൾ ആരുടെ ഒന്നുമല്ല, ഞങ്ങളൊന്നുമല്ല. ഞങ്ങൾ തീർത്തു പറയുന്നു, ഞങ്ങളിതിൽ ഒന്നുമല്ല. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ഞാൻ
തുടക്കത്തിൽ പറഞ്ഞൊരു ഉറപ്പുണ്ട്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ശബ്ദിക്കുന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട പരിശുദ്ധമായ തത്വനിഷ്ഠിതമായ സമസ്ത കേരള ജമിയത്ത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു കുരുത്തം പുറത്ത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വളരെ മോശപ്പെട്ടവരാണ്, ഞങ്ങൾ ഒന്നും തിരിയാത്തവരാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്ത് പറയാനുണ്ട്? ഈ മുടിക്ക് വേണ്ടി പിരിച്ച കാശ് എവിടെ? ഇതിന്റെ പള്ളിക്ക് വേണ്ടി പിരിച്ച കാശ് എവിടെ എന്റെ കാശ്? പള്ളി പണിയാനാണ് പ്രസംഗിച്ചിട്ടില്ല, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളെ ദഅവത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്തു. ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. എന്താ സാധനം അറിയുന്നത്? എന്റെ കയ്യിൽ കാണുന്നത് തിരിച്ചറിവാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ ഒരു തിരിച്ചറിവുണ്ടാകുന്നതാണ്. ഇതാരാ? ഇത് നമ്മുടെ സുൽത്താന്റെ പ്രസിദ്ധീകരണം. ആരാണ് ഇത്? ഇയാളൊക്കെ കുറച്ച് വലിയ സാധനമാണ്. ഇയാൾ കുത്തുബ് സമാനാണ്. അപ്പൊ ഓരോരുത്തർക്കാണ് തോന്നുന്നു ഞാൻ എന്തൊക്കെയാണ്, അപ്പൊ അതൊക്കെയാണ് പ്രഖ്യാപിക്കുക. സ്വയം കുത്തുബ് സമാനൊക്കെയാണ് മുപ്പര്. ആരാണിത്? ആലുവ സുൽത്താൻ. മുമ്പ് പറഞ്ഞു ഞാനാണ് കുത്തുബ് സമാൻ എന്നാ. അയാൾ പറയുന്നു എനിക്കും റസൂലുള്ളാഹിന്റെ തിരികേശം ലഭിച്ചിട്ടുണ്ട്. അയാൾക്ക് എപ്പോഴാണ് കിട്ടിയത്? സുബ്ഹാനല്ലാഹ്, അയാൾ കിട്ടിയ മഹാത്ഭുതമാണ്. ഞാൻ വായിക്കാം. പ്രവാചകരുടെ പുണ്യകേശ പ്രദർശനം സദസ് വികാര നിർഭരമായി. സുൽത്താന്റെ കയ്യിൽ, കുത്തുബ് സമാന്റെ കയ്യിലുള്ള മുടി ഇങ്ങനെ കാണിച്ച സദസ് ആകെ വികാര നിർഭരമായി. എങ്ങനെ മുമ്പിലേക്ക് മുടി കിട്ടിയത്? അതിൽ പറയുന്നു 8 വർഷം മുമ്പ്. അദ്ദേഹം പറയുന്നു 8 വർഷം മുമ്പ് ഹജ്ജിന് പോയ സമയത്താണ് ഇത്രേ. സുബ്ഹാനല്ലാഹ്, മദീനത്തിലൂടെ ഇങ്ങനെ സുൽത്താൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നു അത്രേ, അയിന് സുൽത്താൻ. ഒരാളിങ്ങനെ ഒന്ന് ചോദിക്കുകയാണ്, എവിടെയാണ് സുൽത്താൻ? സുബ്ഹാനല്ലാഹ്, കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു അത്രേ, നിങ്ങളെ മുത്തുനബിയാ വിളിക്കുന്നുണ്ട്. സുൽത്താനെ, നമ്മുടെ ആലവ്യത്തിൽ ആക്കണേ, അയാളെ മുത്തുനബി വിളിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ചെന്നപ്പോഴോ സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നപ്പോഴാ റസൂലുള്ളാഹി തങ്ങള് തിരികേശം നേരിട്ട് ഏൽപ്പിക്കുകയാണ്. ഞാൻ പറയാം, ഇയാളെക്കാളും കുറച്ചൊരു സ്ട്രോങ് ആണ്. ഇയാൾക്ക് ഹസ്റജും ജാലിവാരും മുഖേന കിട്ടിയത്. അത് മുത്തുനബി സ്വപ്നത്തിൽ നിർദ്ദേശിച്ചപ്പോൾ മറ്റാൾ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞത്. ഇയാൾക്ക് കിട്ടിയത് അങ്ങനെയൊന്നുമില്ല, മദീനത്തിൽ നിന്ന് നേരിട്ട് കിട്ടുകയാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു, ഇദ്ദേഹം പറയുന്നു, എന്റെ കയ്യിൽ 8 വർഷമായി കാന്തപുരത്തിന് കിട്ടുന്നതുണ്ട്, എത്രയോ മുമ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ റബീഉൽ അവ്വൽ 12-നും ആലുവ സുൽത്താനെ വീട്ടിൽ പോയാൽ ആ മുടിയിട്ട വെള്ളം കിട്ടുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ ശിശുകാരാ, അത് റസൂലുള്ളാഹിന്റെ തിരികേശമാണോ അല്ലേ? ആണ് എന്നാണ് നിങ്ങൾ മറുപടിയെങ്കിൽ എന്താ സാധനം? കേരള ശബ്ദം. എന്താ സാധനം? കേരള ശബ്ദം. കേരള ശബ്ദത്തിൽ കാന്തപുരം പറയുന്ന തിരികേശം കേരളത്തിൽ ആദ്യമായും അവസാനമായും പ്രവാചകന്റെ തിരികേശം ലഭിച്ചിട്ടുള്ളത് എനിക്കാണ്. എന്റെ മുമ്പ് ഒരാൾക്കും കിട്ടിയിട്ടില്ല. ആലുവ സുൽത്താന്റെ കയ്യിലുള്ള തിരികേശമല്ല. അല്ല എന്നാണോ എസ്എസ്എഫുകാരാ നാളെ മറുപടിയെങ്കിൽ ഞാൻ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എങ്ങനെയാ പറയുക? സനത് മുണ്ടാൻ പറ്റൂല, കത്തിക്കാൻ ഏതാനും പറ്റൂല, ടോർച്ച് ഞെക്കാനും പറ്റൂല, തേന് പുരട്ടാനും പറ്റില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറയും ആലുവ സുൽത്താന്റെ കയ്യിലെ കേശം റസൂലുള്ളാഹിന്റെതല്ലാന്ന്? ആണെന്നാ പറഞ്ഞെങ്കിൽ കാന്തപുരം പറഞ്ഞ കളവുള്ള കൂട്ടത്തിലേക്ക് ഒന്നുകൂടി കൂട്ടി കൊടുക്കാം. കാന്ത് പറയുന്നു ആദ്യമായിട്ട് ലഭിച്ചത് എനിക്കാണ്, ആലുവ സുൽത്താന്റെ തിരികേശമല്ല. എന്ത് പറയണ്ട നിങ്ങൾ മറുപടി വരണം, ഇനിയും വരണം, വന്നിട്ട് ഇതിനെ കോരൊന്ന് അക്കമിട്ട് പറയണം. അതാണ് മറുപടി എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും പറഞ്ഞു പോക്കല്ലേ. എന്ത് പറയാനുണ്ട്? കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, ആലുവ സുൽത്താന്റെ കയ്യിലുള്ളത് റസൂലുള്ളാഹി തങ്ങളുടെ തിരികേശമാവാൻ സാധ്യതയില്ല എന്ന നിലക്ക് അദ്ദേഹം പറയുന്നു ആദ്യമായിട്ട് ലഭിച്ചത് എനിക്കാണ്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അവസാനം ലഭിച്ചെനിക്കാണ്. അതിനെങ്ങനെ? ഇനി ഒരാൾക്ക് കിട്ടൂലേ? എങ്ങനെയാണ് പറയുക? സംവാദത്തിന് സ്റ്റേജ് സ്പോൺസർ ചെയ്ത് എസ് കല്യാൺ ശാഖയാണെന്നല്ലേ? അതിനിപ്പോ നാളെ ഞാൻ പറഞ്ഞിട്ട് വരണ അർത്ഥല്ലേ? ആയിക്കോട്ടെ, ആ കമ്പനിയല്ല, ഞാൻ അതിന്റെ പേരിൽ ഒച്ചപ്പാടുണ്ടാക്കണ്ട. ആയിക്കോട്ടെ, ഈ ആര് സ്പോൺസർ ചെയ്താലും വേണ്ട, സംവാദം ചെയ്യാറായാൽ മതി. സ്റ്റേജ് ഞാൻ പറഞ്ഞ വണ്ടി ഞാൻ സ്പോൺസർ ചെയ്തിരുന്നു. അരിയുന്നാളെ കൊണ്ടുള്ള വണ്ടി സ്പോൺസർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൈക്കിൾ ഏറ്റല്ലേ? അല്ല മൈക്കാരനാടെ ഒരേച്ചതാണ്, അതൊന്നും പ്രശ്നമല്ല. എങ്ങനെ സംഭവം നടന്നാൽ മതി. ഇനി ഒക്കെ വേണം നമ്മൾ ഏറ്റെടുക്കാമെന്നും പ്രശ്നമില്ല. ഇനി ഇവിടുത്തെ കമ്പനി ഏറ്റെടുക്കല്ലേ, നമുക്ക് ഏറ്റെടുക്കാം, ആരും വേണ്ടില്ല. ആ സാധനത്തിന് കിട്ടിയെങ്കിൽ വല്ലാത്തൊരു മുതലാണത്. മണ്ണാർക്കാട് സംവാദം അത് മുണ്ടിയോ? മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥക്ക് വന്നിട്ട് എന്തേ മുണ്ടിയോ? മുണ്ടിയിലെന്ന് മാത്രമല്ല, സാലിബക്കുല്ലി എന്ന് മറ്റുള്ള പറഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെ ചിരിക്കിരുന്നു. അപ്പൊ പുറത്തിറങ്ങിയിട്ട് നമ്മളെ കൂട്ടുന്ന ഒരാൾ ചോദിച്ചു, അല്ല സാലിബക്കുല്ലിയുടെ സൂറ് അതിൽ ഏതാണ് ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് എന്താ ഈ സൂറ് പറഞ്ഞല്ലേ? അതുകൂടി അറിയാത്ത ആളാണ് ഈ സാലിബക്കുല്ലി നടക്കുന്നത്.
ഒരു സാലിവക്കുള്ളി എന്നൊരു ജുംലയെ കുറിച്ച് റളിയെ കുറിച്ച് പറയണമെങ്കിൽ അതിന് സൂറുണ്ടാവണ്ടേ? തസ്രീമന്തിക്കതും നോക്കണ്ട സഹോദര. എന്നിട്ട് വേണ്ട ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞടക്കാൻ. എന്നിട്ട് തിരുവാങ്കുന്നത്ത് പറയാണ് സംവാദത്ത് ഞങ്ങളെല്ലാം ഒളിച്ചോടി, നിങ്ങളെ ഒളിച്ചോടിയത്. എന്നാ ഇവിടുന്ന് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ധൈര്യമില്ലാത്തതിന് ഒളിച്ചോടി. എന്നാ ഇവിടുന്ന് ധൈര്യമുള്ള നിങ്ങളൊന്ന് വരി, നമുക്ക് നോക്കാം. മണ്ണാർക്കാട് എല്ലാവർക്കും അറിയില്ലേ നമ്മളെന്തായത്? കാന്തൂർ മേപ്പി ബുക്ക് മുസ്ലിയാർ കാരന്തൂർ മുർക്ക് സൂക്ഷിച്ചുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റെതല്ല ആണെന്നെഴുതാൻ ധൈര്യമുണ്ടോ? 2.5 മണിക്കൂറോളം ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചിട്ട് എഴുതിയ നിങ്ങള് തർക്കമുള്ളൂ. തർക്കപ്പെടെ എന്താ? കാന്തപുരം മേപ്പിയ ബുക്ക് മുസ്ലിയാർ കാരന്തൂർ മുർക്ക് സൂക്ഷിക്കുന്നത് റസൂലുള്ളാഹിന്റെത് ആണോ അല്ലേ? അല്ല, റസൂലുള്ളാഹിന്റെതാണെങ്കിൽ ബർക്കത്തെടുക്കാൻ വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. ആർക്കാ തർക്കമുള്ളത്? തർക്കമുണ്ടോ? എവിടെ നമ്മൾ കൗസർ സഖാഫി അയാൾ പറയട്ടെ, ആണോ അല്ലെന്നല്ലോ തർക്കമുള്ളത്? അല്ല, തർക്കമല്ലോ. മുത്തുനബിന്റേതാണെങ്കിൽ ആദരിക്കപ്പെടേണ്ടതാണ്. എന്താണ് തർക്കം? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണെങ്കിൽ ആദരിക്കുന്ന വിഷയത്തിൽ ആർക്കാണ് കൂട്ടരെ തർക്കമുള്ളത്? അതിനുവേണ്ടി പ്രസംഗിക്കുന്നവരല്ലേ നമ്മളൊക്കെ. പേരാമ്പ്ര സംവാദത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ ആ കാര്യം പറഞ്ഞിട്ടോ? അതിന് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. തർക്കമേത് വിഷയത്തിലാണ്? ആണോ അല്ലേ? അല്ല സക്കാഫി, എന്താ തർക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ ചെയ്തിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്തായിരുന്നത്? റസൂലുള്ളാഹിന്റേതാണെങ്കിൽ അത് ആദരിക്കണം, ബഹുമാനിക്കണം, അത് ഇട്ടം കുടിക്കണം. ഇത് കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ പറയുന്ന കാര്യമാണ്. പിന്നെ സംശയമുള്ള ഏത് വിഷയത്തിലാ നിങ്ങൾ പറയും? ചെറിയൊരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് പ്രശ്നം. അല്ല, ആണെങ്കിൽ ബഹുമാനിക്കണം. ആർക്കാ തർക്കം കൂട്ടെ? അങ്ങനെ തർക്കമുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിന്റേതാണെങ്കിൽ ബഹുമാനിക്കാൻ പറ്റുമല്ലോ. തർക്കം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയാ? ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നാലും ശരി, ആരും കൊണ്ടുവന്നാലും കാര്യമില്ലെന്ന് പറയാ. നമ്മൾ എന്തേ റസൂലുള്ളാഹിന്റെ ആണോ അല്ലേ ചോദിക്കുന്നത്? ആണെങ്കിൽ ബർക്കത്തെടുക്കാനാണ്. നമ്മൾ മനസ്സ് ബന്ധം കൊള്ളുകയാണ്. പുണ്യ നബിയുടേതാണെങ്കിൽ ഒന്ന് പോകാൻ, അതൊന്ന് കാണാൻ, ആ വെള്ളമൊന്ന് കുടിക്കാൻ നാവണ്ടേ? ഏതെങ്കിലും അമ്മുവിന്റെ മുടി കൊണ്ട് മുത്തിന്റെ വിടാറ് ഞങ്ങളെ കിട്ടുമോ? അതാണ് പ്രശ്നം. ആണോ അല്ലേ? അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞത്? മിണ്ടിയില്ല. അവസാനം നമ്മളെ സാലിബുൽ സഖാഫി അറിയാതെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു റസൂലുള്ളാഹിന്റേതാണ്. അപ്പൊ ഞങ്ങളൊക്കെ വളരെ വലിയ ആവേശത്തിനായി അവിടെ നമ്മളെ ഇവിടെ സഖാഫി ഉണ്ടല്ലോ, അതിന് മുണ്ടൊന്നും ഉണ്ടായില്ല. അയാൾക്ക് ആ കാര്യത്തിൽ എന്തായാലും പോരാ. കൊണ്ടുവന്നത് ഒരു സാധുവിനെ, ഒരു സഖാഫിയെ കൊണ്ടുവന്നു. ആ സഖാഫി പറഞ്ഞു ആണോ അല്ലേ എന്നുള്ള വിഷയം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എഴുതാൻ തയ്യാറായില്ല. അതിന്റെ ഇടയ്ക്ക് ആ സാധു അറിയാതൊന്ന് പറഞ്ഞു പെട്ടുപോയി. എന്ത്? റസൂലുള്ളാഹിന്റേത് തന്നെയാണ്. എത്ര നേരം അറിയാം നമ്മൾ കേരളം അപേക്ഷിച്ച് നമ്മൾ കരഞ്ഞു പറയും പോലെ പറഞ്ഞു, ഒന്ന് പറയും, ഒന്ന് എഴുതിത്തരിയും, ഇത് റസൂലുള്ളാഹിന്റേതാണ്. വേറെന്താ നമ്മൾ ചോദിക്കും? ഒന്നും ചോദിച്ചിട്ടില്ല. ആകെ എഴുതിത്തരാൻ ആവശ്യപ്പെട്ടെന്താ? ഇവിടുത്തെ SSF നമ്മൾ പറയുന്നു ഞങ്ങൾക്കാകെ ഒരേ ഒരു ഡിമാൻഡുള്ള ഒരു സംവാദം നടക്കാൻ, വേറെ ഒറ്റൊന്നുമില്ല. ഒരേ ഒരു ഡിമാൻഡ്, നിങ്ങൾ എഴുതിത്തരേണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ റസൂലുള്ളാഹിന്റേതാണെന്ന് പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇതെഴുതുന്ന മതി, ഒന്നും വേണ്ട. വേറെ നിങ്ങൾ കാശ് അറിയണ്ട, അതിന്റെ പേരിൽ നിങ്ങൾ പിന്മാറണ്ട. സാമ്പത്തികം ഞങ്ങൾ വഹിച്ചോളാം. പിരിവെടുത്തിട്ടോ ദൈവത്തിന് കൈത്താങ്ങളും പൈസ ഉണ്ടല്ലോ, നമുക്ക് അതേലും കൂട്ടുന്നാലും വേണ്ടില്ല. ഇനി പൈൽ നിങ്ങൾക്ക് സങ്കടം വേണ്ട, നിങ്ങളെ പൊടിപ്പള്ളിയുടെ പൈസ നിൽക്കണ്ട. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബീവറേജൊക്കെ ഉണ്ടാക്കണ്ടല്ലേ, അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇത് നടക്കട്ടെ. ദൈവത്തല്ലേ വിഷയം. കണ്ടോളൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയ്ക്ക് അറിയാതൊന്ന് പറഞ്ഞു പെട്ടുപോയി. എന്ത്? റസൂലുള്ളാഹിന്റെ തന്നെയാണ്. അതിൽ നമ്മളൊക്കെ ചാടി ആവേശം കൊണ്ട് കാരണം ഒന്ന് പറഞ്ഞു കിട്ടിയല്ലോ. വരെ അവരോട് എന്താ പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്? എന്താ നമ്മൾ കാത്തിരിക്കുന്നത്? ഇത് റസൂലുള്ളാഹിന്റേതാണെന്ന് ഓർന്ന് പറയാൻ. നാട് നീളെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച ആളുകൾ, അതിന്റെ പേരിൽ ഒട്ടേറെ ആളുകളെ പറ്റിച്ച ആളുകൾ. പക്ഷെ അവർക്ക് നമ്മുടെ മുന്നിൽ വന്നപ്പോ ആണെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. കേൾക്കുന്നു കൊടുത്തു.
ഇനി ആണെന്ന് പറഞ്ഞില്ല അതെ നമ്മൾ ഈ കൂടുതൽ ചർച്ചകൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മതി. റസൂലുള്ളാഹി തന്നെ ആണെന്ന് പറഞ്ഞില്ല ആണ് എനിക്ക് കഴിയും. എന്നിട്ട് രണ്ടാമത്തെ കത്താണ് നിങ്ങൾ പഠിച്ചത്. ഇത് ഒന്നാമത്തെ കത്ത് നിങ്ങൾ തന്നിട്ട് ആ കത്ത് ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. ഒന്ന് പറഞ്ഞല്ലോ, അറിയാതെ പറഞ്ഞു പെട്ടല്ലോ. ആ പറഞ്ഞ് പെട്ടതൊന്നും ഇത് തെളിയിച്ചു. ആ സംവാദം കഴിയുന്നവരാവശ്യപ്പെട്ടിട്ട് നിന്റെ പ്രിയപ്പെട്ടവരെ എഴുതി തരാൻ കഴിഞ്ഞില്ല. ഇനി നമ്മൾ ഇവിടുന്ന് എത്ര പറയുന്നുള്ളൂ. SSFകാർ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സഖാഫിയെ കൊണ്ടുവരും. എന്നുമാവാം, നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഡേറ്റും ആവാം. ഞങ്ങൾ പറയുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള ലൊക്കേഷനുകൾ റസൂലുള്ളാഹിന്റേത് അല്ല. ഇതാണ് ഞങ്ങളുടെ വാദം. ഈ വാദം ഞങ്ങൾ പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാം. ഞാനിത് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്താ അറിയോ, ഇവർക്ക് വാദം എന്താണെന്നറിയില്ല, പ്രമാണം എന്താ അറിയില്ല. അതില്ലേ എന്നൊക്കെ ചോദിച്ച് കുറെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞവരാ. അതുകൊണ്ടാണ് ഞങ്ങളെ വാദം വളരെ വ്യക്തമായി പറയുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള ലൊക്കേഷനുകൾ റസൂലുള്ളാഹിന്റേത് അല്ല. അപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞതറിയോ, അല്ലെന്ന് പറയുന്നത് നിങ്ങളല്ലേ തെളിയിക്കേണ്ടത്. അത് ഞങ്ങൾ തെളിയിക്കാം. അല്ല എന്ന് പറയുന്നവരാണ് ആണെന്ന് പറയുന്നവരെ തെളിയിക്കേണ്ടത്. കിതാബ് ഓതി പിടിക്കണം. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈന, അൽ ബയ്യിനത്തു അലൽ മുദ്ദഈന. ആരാണോ വാദിക്കുന്നത് അവരാണ് തെളിയിക്കേണ്ടത്. ഇനി അല്ല എന്ന് തെളിയിക്കണോ അതും ഞങ്ങൾ തെളിയിച്ചരാം. ഇനി അൽ ബയ്യിനത്തു അലൽ മുദ്ദഈയോടിരിക്കട്ടെ, ഞങ്ങൾ ഇതുമായി തെളിയിച്ചരാം. പക്ഷേ വാദം തമ്മിൽ നേരിടണം. എങ്ങനെ നേരിടണം? ഞങ്ങൾ അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആണെന്ന് എഴുതണം. അപ്പോഴേ മുനാദറയാവുള്ളൂ. എന്താ മുനാദറ എന്നാല് തവജ്ജുഹുൽ മുതഹാസിമൈന ഫിൽ നിസ്ബത്തി ബൈന ഷൈഇനി ഇദ്ഹാറുൽ ലിസ്സവാബ്. റഷീദിലേക്ക് നോക്കിക്കോ, ഒന്ന് നോക്കണ്ടേ. എന്താ മുനാദറ? തവജ്ജുഹുൽ മുതഹാസിമൈന ഫിൽ നിസ്ബത്തി ബൈന ഷൈഇൻ. രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഒരു നിസ്ബ ഉണ്ടാവണം. ആ നിസ്ബയുടെ വിഷയത്തിൽ ഹക്ക് ഒഴിവാകാൻ വേണ്ടിയായിരിക്കണം മുനാദറ നടത്തേണ്ടത്. അപ്പൊ രണ്ട് കൂട്ടർ ഒരു ഭാഗത്ത് ഉറച്ചിട്ടുണ്ട്. എന്താ? ആണോ അല്ലേ? നമ്മൾ പറയുന്നു അല്ല. അപ്പൊ അവർ നിരണം ആണ്. കഴിഞ്ഞിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളൊരു കഴിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ SSFകാരോട് സ്നേഹത്തോടെ പറയുന്നു, പേര് മുന്നിൽ തെളിയിക്കുക. ഇനിയോ പിരിവിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ആ പള്ളിയുടെ ഒന്നിന്റെ പിരിവിടിയും കാണിച്ച് അതാണത് നിങ്ങൾക്ക് സമയമില്ല. അവിടുത്തെ തന്നെ കണ്ടോ, ഇവരറിയാതെന്ന് പറഞ്ഞു പെട്ടാണിത്. അവിടുത്തേട് തന്നെ. അതിൽ നമ്മളൊക്കെ ചാടി ഒന്ന് എഴുതി ഒന്ന് തർക്കം കേൾപ്പിച്ച്. അവിടുത്തെ തന്നെ എഴുതല്ലേ എന്നാ എഴുതിക്കുന്നു. മൂപ്പര് അറിയാതെ പറഞ്ഞു പെട്ടതാണ്. റസൂൽ പേടിയാണ്. കാരണം ഇവർക്ക് തന്നെ അറിയാതെ റസൂലുള്ളാഹിന്റേതല്ല. അത് സംവാദത്തിന് വന്ന ക്ഷീണം ചെയ്യുന്നുള്ള ബോധം കൊണ്ടാണ്. അവിടെ തിരുവനന്തപുരം പറഞ്ഞല്ലോ, ഞങ്ങളത് എഴുതാതിരിക്കാൻ വേറെ ചില ലക്ഷ്യങ്ങൾ ഞങ്ങൾ മനസ്സിലുണ്ട്. ആ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. നേരത്തെ TK ഹംസ പറഞ്ഞതുപോലെ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ അജണ്ട നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ കൊണ്ടു നടക്കുന്നത് എല്ലാം വ്യാജമാണ്. അവരെ സമസ്ത വ്യാജമാണ്, അവരെ മുടി വ്യാജമാണ്, അവരെ മദ്രസ വ്യാജമാണ്, അവരുടെ പിരിവ് വ്യാജമാണ്, അവരുടെ ദഅവത്ത് വ്യാജമാണ്, അവരുടെ പ്രബോധന മേഖലകൾ വ്യാജമാണ്. എല്ലാം വ്യാജമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ നേതാക്കന്മാർ നല്ലവരാണ്. പിന്നെ ഇവിടുന്ന് പറഞ്ഞെന്താ? സാദിഖ് ഉസ്താദിനെ പറ്റിയിട്ട് അല്ലേ? സാദിഖ് ഉസ്താദ് എന്താ പറഞ്ഞത്? സാദിഖ് ഉസ്താദ് സമസ്തയുടെ സിൽവർ ജൂബിലിയിൽ വെച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഉത്തരേ സാദിഖ് ഉസ്താദ് അന്തസ്സോടെ കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇടിയില്ല. സാദിഖ് ഉസ്താദിന്റെ പറഞ്ഞത്, സാദിഖ് ഉസ്താദ് സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? സമസ്തക്കെതിരായിട്ട് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്ന് മറുപടി അറിയുന്നു. അതല്ലേ ആണത്വം. നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചൊറിഞ്ഞിക്കണം. എന്നെ പറഞ്ഞ് കൈപ്പറ്റിക്കണല്ലോ. ഞങ്ങൾക്കതില്ല കൂട്ടേ. അന്തസ്സോടെ അഭിമാനത്തോടെ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും മുഖത്ത് നോക്കി കാര്യം പറയാൻ സമസ്ത നേതാക്കൾ കഴിയും. അതാണ് സാദിഖ് ഉസ്താദ് തെളിയിച്ചത്. എന്നിട്ട് അതിനെ പുലികൾ കളിയാക്കിയിലൂടെ കേട്ടോളൂ. നിങ്ങൾ പറയട്ടെ. പാവപ്പെട്ട സാദിഖ് മുസ്ലിയാർ പറയുന്നത് അറിയുന്നത്, സാദിഖ് ഉസ്താദ് പറയാം, ആ മഹാ പറയാൻ എന്താ, ഞങ്ങളെ സ്റ്റേജിൽ വന്നിട്ട് ഞങ്ങൾക്ക് എതിരെ എന്തെങ്കിലും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പത്രത്തിനെല്ലാം മറുപടി തന്നെ വെള്ളിന് മറുപടി. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ക്ഷണിച്ച അതിഥികൾ നിങ്ങളെ കുറിച്ച് നല്ലതല്ലേ പറയൂ. അപ്പൊ നിങ്ങൾ നല്ലത് ചെയ്തിട്ടില്ലേ? ഞങ്ങളൊക്കെ പലരും പിടിക്കാറുണ്ട്. എല്ലാ
രാഷ്ട്രീയക്കാരെ ഞങ്ങൾ വിളിക്കാറ്. അവരൊക്കെ ഞങ്ങളുടെ സംഘടനയുടെ നന്മകൾ 1000 മാർക്കോടെ പറയും. എന്നിട്ട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കേണ്ട ഗതികേടെന്താ? കേട്ടോളൂ സാദിഖ് മുസ്ലിയാർ തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇനി അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി സൗകര്യപ്പെടുത്തിയാണ്. സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയാകുമ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്. സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്ക് ആരെങ്കിലും പ്രത്യേക സഹായം വേണമെങ്കിൽ സഹായം അപേക്ഷിക്കുകയല്ല. സമയത്തെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തോന്നുന്നു പറയാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പേര് വായിക്കും. ഈ പേര് വായിച്ച ആളുകളെ ഇനി ഓരോന്ന് സാദിഖ് ഉസ്താദ് പേരെടുത്ത് എല്ലാം പറയണം. ആരെങ്കിലും ഈ വായിക്കപ്പെട്ടവരുന്ന ആരെങ്കിലും സമസ്തക്കതിൽ വല്ലതും പറഞ്ഞ ഇവിടുന്ന് തന്നെ മറുപടി പറയും. അതല്ലേ ആളത്തിന് മറുകൂട്ടരെ? അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ പലതും പുറത്തുവിടും. നിങ്ങൾക്ക് പലയും പേടിക്കണം. നിങ്ങൾക്ക് ഹക്ക് പറയാൻ പലയും പേടിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തിലൂടെ സമ്മന്നതരായ നേതാക്കന്മാരൊക്കെ ആരുടെ മുഖത്ത് നോക്കി അന്തസ്സോടെ പറയാൻ കഴിയും. എന്തുകൊണ്ട്? അവരാരത്തൊന്നും പറ്റിയിട്ടില്ല. അവിഹിതമായി ഒന്നും പറ്റിയിട്ടില്ല. അവിഹിതമായി ഒന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് അന്തസ്സോടെ കാര്യം പറയാൻ കഴിയും. അത് സാദിഖ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കഴിയാത്തതിനെന്തിനും സാദിഖ് ഉസ്താദിനെ കുതിര വരുന്നതുള്ളൂ. വേണ്ട സക്കാഫി, അമ്മാതിരി ചപ്പടാ ചെത്തുകളുണ്ടെന്ന് ഇവിടെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതല്ലാന്റെ ദീനാണ്. വ്യക്തിപരമായ വിഷയൊക്കെ മാറ്റിയൊക്കെ ദീൻ കൊണ്ട് പറയാൻ പാ, ആദർശം കൊണ്ട് നേരിടാൻ പാ. അത് കഴിയാതിരിക്കുമ്പോഴായി പ്രായം ചെന്ന ഉസ്താദുമാർക്ക് അതിലേക്ക് രൂക്ഷമായ വിമർശനമായി കടന്നു വരല്ലേ. സാദിഖ് ഉസ്താദ് എന്താ കാട്ടിയത്? വെറുതെ ആ ഉസ്താദുമാരൊക്കെ പ്രായം ചെന്ന ഉസ്താദുമാരെ പോലും ഈ വിഷയത്തിലേക്ക് വലിച്ചേക്കുന്നതിന് ലക്ഷ്യമെന്താ? ഈ വിഷയം ആദർശം ഉണ്ടാൻ കഴിയില്ല. അത് കഴിയാത്തതുകൊണ്ടാ പല വിഷയത്തിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ടാ പലതും പറഞ്ഞു പോകുന്നത്. ജുമാന്റെ ഖുത്ബയുടെ പ്രസംഗമൊക്കെ പറഞ്ഞ് കഴിച്ചിടാൻ ശ്രമിക്കണമെന്നില്ല. ഈ വിഷയം തൊടാൻ കഴിയില്ല. ഈ വിഷയം തൊടാൻ കഴിയില്ല. ജുമാന്റെ മുമ്പുള്ള പിന്നെ പ്രസംഗത്തിന് ശംസുലുമ എതിരായിട്ടില്ലേ? അത് ഫിഖിയായ ഒരു ചർച്ചയാണ്, ഫിഖിയായ ഒരു മസലയാണ്. ഞാൻ പറഞ്ഞല്ലേ, ആ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തിലൂടെ ഒട്ടേറെ ആലിമ്യങ്ങൾ ജുമാനെ പ്രസംഗിക്കുന്നവരുണ്ട്, ഒട്ടേറെ ആളുകൾ പ്രസംഗിക്കാത്തവരുണ്ട്. ആർക്കും പ്രസംഗിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. അത് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞവരുണ്ട്, കറാഹത്താണ് പറഞ്ഞവരുണ്ട്. അത് തർക്കുന്നില്ല, നമുക്കും തർക്കുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഷെയ്ഖുനാ ശംസുൽ ഉലമ തന്നെ പുത്തൂർ ഫൈസിയെ പോലെയുള്ള ചില ആളുകളോട് പറഞ്ഞു, ജുമാനെ മുമ്പ് പ്രസംഗിച്ചോളാം. കാരണം വിജയത്തിനെ പ്രതിരോധിക്കാൻ ആ നാട്ടിൽ ജുമാനെ മുമ്പ് പ്രസംഗം ആവശ്യമായിരുന്നു. ശംസുൽ പറഞ്ഞു, ഈ ഘട്ടത്തിൽ കറാഹത്ത് നീങ്ങിപ്പോകും, അതുകൊണ്ട് പ്രസംഗിച്ചോളാൻ. ശംസുൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് പ്രസംഗിച്ചവരുണ്ട്, ആവശ്യത്തിൽ പ്രസംഗിച്ചവരുണ്ട്, പ്രസംഗിക്കാത്തവരുണ്ട്. അതുചേട്ടെന്താ ബന്ധമുള്ളത്? ആ വിഷയം ഇതുമായിട്ടെന്താ ബന്ധമുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, ഹറാമാണെന്നുള്ള വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടേറെ ആനിമയങ്ങൾ ഞാൻ കാണിച്ചുതരാം ജുമാനെ പ്രസംഗിച്ചവരെ. ഇല്ലേ? ഞാനത് അവിടെ നിന്ന് ഇവിടുത്തെ ജില്ലക്കാരൻ, പാലക്കാട് ജില്ലക്കാരൻ ജുമാന്റെ മുമ്പ് വർഷങ്ങളോളം പ്രസംഗിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പുറത്താക്കുമല്ലത്? നമ്മുടെ ജില്ലക്കാരൻ തൊട്ടടുത്തന്നെ പേരക്കാർ ഒരു വരട്ടെ, ചോദിക്കട്ടെ, അപ്പം പറഞ്ഞു കൊടുക്കാം എവിടെ പ്രസംഗിച്ചു, ഏത് കാലത്ത് പ്രസംഗിച്ചു എന്നുള്ളത്. നമ്മൾ സ്വന്തം നേതാക്കന്മാരെ തീരുമാനിക്കുന്നിട്ട് ആ വിഷയത്തിൽ നമ്മൾ ചോദിക്കുക. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി ഒരുപാട് വിഷയങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ സമയം ഏറെ വൈകിയതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ആ വിഷയത്തിൽ കൊണ്ടുവന്ന ഓർഡറൊക്കെ അവിടെ കിടക്കാണ്. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ബാക്കി പിന്നീടാവാം. ഞാനിവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെങ്കിലാണ് സഖാഫി വരേണ്ടത്. അല്ല നാട്ടിൽ നിശ്ചിത്തുണ്ടാക്കരുത്. ഇനി SSF ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളെ സഖാഫി വന്നായിരിക്കെ ഞാൻ അവരോട് കേൾക്കുക, നിങ്ങളോട് മുണ്ടായിരിക്കുക, ചോദിക്കരുത് എന്നല്ലാറാണ്. വേണ്ടവർക്ക് നേരിട്ട് വരാം, നേരിട്ടൊന്ന് ചോദിക്കാം. എഴുത്തും കൊത്തൊന്നും സ്വീകരിക്കുക, നേരിട്ട് വരാം. വന്ന് തെളിവ് സഹിതം ചോദിക്കാം, തെളിവ് സഹിതം മറുപടി പറയും. മാന്യമായി ചോദിച്ചാൽ മാന്യമായി മറുപടി കിട്ടും. അതിലുവേണ്ടി കിടന്നു വരാം. നിങ്ങളുണ്ടോ? നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങളെ നമ്മുടെ പുറത്തന്മാരല്ലേ. ഒരു പോവുകയാണെന്ന് ഒരു കോട്ടെ, ആരും വരുന്നില്ല എന്ന് പോയോ? ഞാൻ വരും. നാളെ അത് ഇതെന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങളെ സക്കാഫി പറഞ്ഞതുപോലെ ഇവരെന്താ പറഞ്ഞൊന്നും കൽപ്പിച്ചു കൊടുത്തത്? ഇവിടെ ചോദിക്കാൻ പറ്റൂല, ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോളാം. അങ്ങനെ മറ്റാൾ പറഞ്ഞത്.
ഞാൻ അങ്ങനെയല്ല പറയണത്. ഞാൻ പറഞ്ഞതിൽ വല്ലോണ്ട് തിരുത്താൻ വന്ന് തിരുത്തിക്കോളി, ഞാൻ തിരുത്തിക്കോളാം, എന്താ കുഴപ്പം? നമുക്ക് അയാളെ പോലെ അഹംഭാവം അഹങ്കാരം ധിക്കാറൊന്നുമില്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അറിവില്ലാത്തവരാണ്, സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്. മറ്റാൾ പറഞ്ഞതോ, ഞാൻ എന്തേ പറഞ്ഞത് കേട്ടോളാം, ഇവിടെ ചോദിക്കാൻ പറ്റൂല, അത് മുഖാമുഖമൊന്നുമല്ല, ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. കേട്ടോളൂ, അയാൾ പറയട്ടെ, അയാളെ ക്ലിപ്പ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാലോ. ഇത് ഞാൻ പറയണ കേട്ടാ മതി, ഇത് ഞാൻ പറയണ പരിപാടി ഇവിടെ ചോദിക്കാൻ പറ്റൂല. നമ്മൾ അങ്ങനെ പറഞ്ഞത് വരിയും ചോദിക്കുകയും, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരൂ, തിരുത്താം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും എണീറ്റുന്നൊരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. ഒട്ടേറെ ആളുകൾ ഇതിന് സഹായിച്ചെല്ലാവരും പോകരുത്. നല്ലൊരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്ന സദസ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ധാരാളം ആളുകൾ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ശാരീരികമായി കഷ്ടപ്പെട്ടവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ സംരംഭം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യാം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم.